അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ എന്നെ രക്ഷിച്ചു. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകനേശുവിനാൽ ലോകരക്ഷകനേശുവിനാൽ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി എന്നെ നൽകുന്നു പൂർണ്ണമായി. മോദമോടിത പൂർണ്ണമായി നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ നിത്യനാടതിൽ എന്നെ ചേർക്കുവാൻ മേഘത്തേരതിൽ വന്നിടുമേ. യേശുരാജനായി വന്നിടുമേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗനാടതിൽ യേശുവിനെ. സത്യദൈവമാം യേശുവിനെ
സ്വർഗനാടതിൽ യേശുവിനെ സത്യദൈവമാം യേശുവിനെ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യം വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ ഹല്ലേലൂയ അത്ഭുതമന്ത്രിയാം ദൈവം നിത്യതാതനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാധിരാജനാം മശിഹ അവൻ അത്ഭുതമന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം ഉന്നത ദേവൻ
നീതിയിൻ സൂര്യൻ രാജാതിരാജന മഷിഹ ആഹാ ലേലുയ ആഹാ ലേലുയ ആഹാ ലേലുയ ആഹാ ആ കരങ്ങൾ ഉയർത്തി പാടാൻ കഴിയുമോ? കോടാകോടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ കോടാകോടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ ആഹാ കടക്കാരനല്ല അവനാർക്കും ബാധ്യതയല്ല അവനൊപ്പം പറയാൻ ആരുമേയില്ല അവനെ പോലാരാധ്യനില്ല അവനാർക്കും കടക്കാരനല്ല അവനാർക്കും ബാധ്യതയല്ല അവനൊപ്പം പറയാൻ ആരുമേയില്ല അവനെ പോലാരാധ്യനില്ല ആഹാ
മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം. ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. എല്ലാറ്റിനും മേലായി ഒരേ ഒരു നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം. എല്ലാ നാവും പാടും യേശുവിൻ നാമം. ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. ഓഹോ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം. സർവവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം. എന്നെ ശക്തനായി മാറ്റുന്ന നാമം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം. സർവവ്യാധി മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം. എന്നെ ശക്തനായി മാറ്റുന്ന നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ. അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. ഓഹോ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം.
പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും യേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റുമലയും ഒടിയതായി വരും നേരത്തിൽ. ഘോര ഭയങ്കര കാറ്റുമലയും ഒടിയതായി വരും നേരത്തിൽ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവപാത എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവപാത എന്നും ഓടും. യേശുവെന്ന നാമമേ, യേശുവെന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശുവെന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമന ശോധനയിലും താണു വീണു പോകാതെ. യോർദാൻ സമമന ശോധനയിലും താണു വീണു പോകാതെ. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമക്ഷയം. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമക്ഷയം. യേശുവെന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ. എൻ പ്രിയ
ദേവനെ പുതിയതം കൃപകളോടെ ഇന്നലെയും എന്നും മാറാ യേശുവേ നാം പാടിപ്പോകട്ടാം ഇന്നലെയും എന്നും മാറാ യേശുവേ നാം പാടിപ്പോകട്ടെ യേശു എന്ന നാമമേ യേശു എന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ യേശു എന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്ന് വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്ന് വാഴ്ത്തി പുകഴ്ത്തിടുമേ യേശു എന്ന നാമമേ ഗീതമേ യേശു എന്ന നാമമേ എൻ്റെ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്ന് വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്ന് വാഴ്ത്തി സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നു സ്വപ്നം കാണുമ്പോൾ വാതിലും വഴികളും തുറന്നു തന്നോനെ ആരാധിക്കുന്നു എൻ നേരെ വന്നതാ വാക്കിന്നൻപിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ എൻ നേരെ വന്നതാ വാക്കിന്നൻപിനാ തളർന്നു വീഴാതെ എന്നെ താങ്ങിയ ഭുജബലമേ ഇനിയുള്ള ആണ്ടിലും നടത്തിടും ഭുജബലത്താ ഇനിയുള്ള ആണ്ടിലും നടത്തിടും ഭുജബലത്താ ഹല്ലേലൂയാ 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 ശക്തിയാലെൻ്റെ അരമുറുക്കിയും എൻ വഴികളിലെല്ലാം കുറവു തീർത്തിടും നിൻ ശക്തിയാലെൻ്റെ അരമുറുക്കിയും ഗിരികളിലെല്ലാം കുറവു തീർത്തിടും എൻ്റെ കാൽകളെ മാൻപേട കാലിന് തുല്യമാക്കിയിടും പിന്നെ ഗിരികളിൽ നിർത്തും എൻ്റെ കാൽകളെ മാൻപേട കാലിന് തുല്യമാക്കിയിടും പിന്നെ ഗിരികളിൽ നിർത്തും നിൻ സൗമ്യത എന്നെ വലിയവനാക്കിടും നിൻ സൗമ്യത എന്നെ വലിയ
നടത്തിടും ഭുജബലത്താ. ഇനിയുള്ള ആണ്ടിലും നടത്തിടും ഭുജബലത്താ. ഇനിയുള്ള ആണ്ടിലും നടത്തിടും ഭുജബലത്താ. ഇന്ന് രാത്രികാലം എത്ര പേർ വായി തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവരുടെ മധ്യേ ഇന്ന് രാത്രികാലം കർത്താവ് വളരെ അത്ഭുതത്തോടുകൂടെ അടയാളത്തോടുകൂടി നിങ്ങൾ മടക്കി തന്നെ അയക്കുക ചെയ്യും. വിശ്വാസത്തോടുകൂടെ ഈ രാത്രികാലം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പ്രിയ ജനത്തിൻ്റെ നടുവിൽ എൻ്റെ കർത്താവ് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ആയതിനാൽ ആരും മൗനമായിരിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾ ഈ സമയം ദൈവത്തിൽ അറിയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും ശാന്തമേറിയ വൈകിയ വേളയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് കർത്താവേ. രണ്ടാമത് കർത്താവെ, ഈ ചോനകമുറി ദേശത്ത് ഇപ്രകാരം ഒരു കർത്താവ് കൂട്ടായ്മ ഞങ്ങൾക്കായി എൻ്റെ ദൈവം ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥ. ഞങ്ങൾ കർത്താവെ നാഥ നിന്നതല്ല, എൻ്റെ കർത്താവ് നിർത്തിയതാണ് നാഥ. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ഈ ദേശത്തിന് നടുവിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുന്ന ഈ വിഷയത്തിന് നടുവിൽ കർത്താവ് ഇന്ന് രാത്രികാലം വൻ കാര്യത്തെ ചെയ്തെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഈ ദേശത്തിന് നടുവിൽ ഇപ്രകാരം ഞങ്ങൾക്ക് ഭംഗിയായി നാഥ ആമേൻ ഒരു ആരാധന കഴിപ്പാൻ തക്കണം എൻ്റെ കർത്താവ് മുന്നമേ കണ്ടിരുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നതൊക്കെയും ഞാനുണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഈ രാത്രികാലം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങനെ മഹത്വം ശക്തിയേറിയ നിലവാരത്തിൽ ഈ രാത്രികാലം കർത്താവെ അങ്ങ് വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. അവൻ വിശ്വാസത്തോടു കൂടെ ആരൊക്കെ ഇതിനകത്ത് കാൽ ചവിട്ടിയോ ഇന്ന് രാത്രികാലം നാഥ അവരെ നിറച്ച് മടക്കി അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ, നിൻ്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയില്ല എന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ആഗ്രഹത്തോടു കൂടെ കർത്താവ് ഇതിനകത്ത് കടന്നുവന്ന പ്രിയ ജനത്തെ എൻ്റെ കർത്താവ് ആമേ നിറച്ച് മടക്കി അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വ്യത്യസ്ത ആവശ്യ ഭാരത്തോടെ ഇതിനകത്തായതുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവ ശബ്ദത്തെ ആമേ കർത്താവേ ഈ ജനത്തിൻ്റെ ആമേ നിലവിളി എൻ്റെ കർത്താവ് കേൾക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആമേൻ കരയുന്നവരുടെ കൂടെ കരയുന്ന കർത്താവ്, ആമേൻ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന കർത്താവ് ഈ രാത്രികാലം പരിശുദ്ധാത്മാവേ വേദനയോടെ നിരാശയോടെ ഭാരത്തോടു കൂടെ ആയിരിക്കുന്ന ആമേൻ ജീവിതങ്ങളുടെ നടുവിൽ എൻ്റെ കർത്താവ് വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ കണ്ണുനീരുകളെ ഈ രാത്രികാലം തുടച്ച് ആമേൻ ആശ്വാസത്തോടുകൂടെ മടക്കി അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നമ്മെ ദൈവ ശബ്ദം ഈ രാത്രികാലം ഇവരെ കേൾക്കുമാറാക്കണമേ. ആമേൻ കർത്താവെ വ്യക്തിപരമായി ഇവരോടങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇവരെ കർത്താവെ അനുഗ്രഹിച്ച് മടക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ദേശത്തിന് നടുവിൽ ഇപ്രകാരം ഞങ്ങൾക്കൊരു ആരാധന വെപ്പാൻ എൻ്റെ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. അത് ഈ ദേശത്തിന് ഈ ദേശവാസികൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ശബ്ദ പരിധിക്കുള്ള ആരോഗ്യ കർത്താവേ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് അറിയുന്നു. ആമേൻ, ഈ രാത്രികാലം കർത്താവെ അപ്രകാരമുള്ള ഹൃദയങ്ങളുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സകലരും ഒരുപോലെ എൻ്റെ കർത്താവ് ആമേൻ ഇന്ന് രാത്രികാലം തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവെ, ദൈവ ശബ്ദം ആമേൻ ഇവരെ ശ്രവിക്കുമ്പോൾ ജീവിതത്തിനകത്ത് വൻ കാര്യങ്ങൾ എൻ്റെ കർത്താവ് ചെയ്തെടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ കർത്താവെ, രോഗാവസ്ഥയിൽ ആരൊക്കെ കർത്താവെ ആയിരിക്കുന്നു അവരുടെ മേൽ ഇന്ന് രാത്രികാലം സൗഖ്യത്തിൻ്റെ കരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന വാക്ക് പറഞ്ഞ കർത്താവ് ഈ രാത്രികാലം പരിശുദ്ധാത്മാവേ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട മക്കളുടെ മേൽ ആമേൻ കർത്താവെ അങ്ങയുടെ ആണിപ്പടല കരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഉച്ചം തല മുതൽ ഉള്ളം കാലുവരെ അനുഭവിക്കുന്ന സകല വ്യാധികളും ഈ രാത്രികാലം പൂർണ്ണമായി എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ, സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ആമേൻ കർത്താവ് ദൈവിക സമാധാനത്തെ അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലങ്ങളിൽ ഉറങ്ങുവാൻ കിടന്നാൽ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവരുടെ മേൽ ഈ രാത്രികാലം പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരം നീട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ, ദൈവിക സമാധാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം വ്യാകുലപ്പെടുന്ന ആമേൻ കർത്താവ് ഭാരപ്പെടുന്ന ഹൃദയങ്ങളുടെ മേൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവേ അങ്ങ് ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ, ലോകം തരുന്ന സമാധാനമല്ല ആമേൻ നിത്യമായ സമാധാനത്താൽ ഈ ജനത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശവാസികളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേക മക്കളെ ഇന്ന്
രാത്രികാലം എൻ്റെ കർത്താവ് ആമേൻ തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിനങ്ങൾ ഞങ്ങൾ കർത്താവെ സാക്ഷ്യത്തിൻ്റെ വലിയൊരു സമൂഹം ഈ ദേശത്തിന് നടുവിൽ ഞങ്ങൾ കേൾക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വൻ കാര്യങ്ങളെ ജനത്തിൻ്റെ ഇടയിൽ വെളിപ്പെടുത്തുമാറാകണമേ അപ്പച്ച. ആമേൻ കർത്താവ് യൗവനക്കാരുടെ ഇടയിൽ ദൈവപ്രവൃത്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സ്നേഹം അവരുടെ ഹൃദയങ്ങൾ നിറയപ്പെടുമാറാകണമേ. വരും ദിനങ്ങളിൽ കർത്താവെ അങ്ങേ ചുമക്കുന്ന ഒരു കൂട്ടം മക്കളായി ഈ ദേശത്തു നിന്നും അനേക യൗവനക്കാരെ എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിച്ച് അമ്മയെ പുറത്തു കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ആമൻ ഈ മീറ്റിംഗ് വെച്ചത് വൃഥാവായി പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ആമൻ കർത്താവ് വലുത് ചെയ്തെടുക്കുമാറാകണമേ. ഞങ്ങൾ കേൾക്കുവാനിരിക്കുന്ന വചനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേ വചനം സംസാരിക്കുന്ന അഭിഷിക്തനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് ഈ ദേശവാസികൾക്ക് ആമൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ ജനങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആമൻ ദൈവിക വചനത്തിൻ്റെ ആഴങ്ങളെ ഈ രാത്രികാലം വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് നശിച്ചു പോകുന്ന മക്കളായിട്ടല്ല കർത്താവേ, ആമൻ കർത്താവ് വചനം കേട്ട് അതിനൊത്തവണ്ണം ജീവിക്കുന്ന അതിനുവേണ്ടി കർത്താവ് നിലനിൽക്കുന്ന മക്കളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടുകൂടെ ആമൻ കർത്താവ് അധികാരത്തോടുകൂടെ ഈ രാത്രികാലം ആമൻ കർത്താവ് അഭിഷിക്തരെ നിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമൻ കർത്താവ് എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവ പ്രവൃത്തി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ ജനത്തിന് ആവശ്യമായിരിക്കുന്ന ദൂതുകൾ, ഈ ദേശത്തിന് ആവശ്യമായിരിക്കുന്ന ദൂതുകൾ ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ മാനുഷിക ശബ്ദമല്ല കർത്താവേ, ഈ രാത്രികാലം ദൈവിക ശബ്ദത്തെ ഞങ്ങൾക്ക് കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇരുവായി തലയുള്ള ആമേ മൂർച്ചയേറിയ വചനം ഇന്ന് രാത്രികാലം പുറപ്പെടുമ്പോൾ ആമേ കർത്താവേ അത് നാഥ ചെല്ലുന്ന ഇടത്ത് ക്രിയ ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ ശബ്ദവും വെളിച്ചവും ക്രമീകരിക്കുന്ന ആമേ കർത്താവേ പ്രിയദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും എൻ്റെ കർത്താവ് ഒരു പ്രതികൂലമോ പ്രതിസന്ധിയോ കൂടാതെ വണ്ണം ആമേ ശബ്ദവും വെളിച്ചവും ഞങ്ങൾക്ക് ക്രമീകരിച്ച് തന്ന കൃപയ്ക്കായിട്ട് ആമേ നന്ദി പറയുന്ന കർത്താവേ. പാടുന്ന സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേ കീബോർഡ് വായിക്കുന്ന സഹോദരനെ അനുഗ്രഹിക്കുമാറാകണമേ. ഇതുവരെയും എൻ്റെ കർത്താവ് ആമേ നിർത്തിയ കൃപയ്ക്കായി നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ. ഇന്ന് വന്ന പ്രിയ മക്കളെ കർത്താവേ ആമേൻ ഒന്നുകൂടി അടിയൻ അനുഗ്രഹിച്ച് കർത്താവേ ആമേ കർത്താവേ അവർ അമ്മേ അങ്ങ് സ്തുതിക്കുന്നതാ. അവർ നാളെയും കർത്താവേ ആത്മാവിലെ എരിവുള്ളവരായി കടന്നു വരുവാൻ അനേകം മക്കൾ ഇനിയും കർത്താവ് ഇതിനകത്ത് കടന്നു വരുവാൻ ഈ ഗ്രൗണ്ട് നിറയുന്ന അളവിൽ എൻ്റെ ദൈവമേ നിന്നെ ആരാധിപ്പാൻ തൻ്റെ മക്കളെ കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 2 നാളത്തെ ശുശ്രൂഷയും ഈ ദേശത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആമേ ശേഷ സമയം കർത്താവിൻ്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ. പ്രാർത്ഥനയുടെ മഹത്വം കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നല്ല പിതാവേ ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന്? എത്ര പേർ പ്രാർത്ഥിച്ചൊരുങ്ങി വന്നിട്ടുണ്ട്? നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ മുഖാമുഖം കാണുവാനും കർത്താവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം എന്നെയും ഞങ്ങളുടെ ശുശ്രൂഷയെല്ലാം കർത്താവ് മാനിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലത്തേക്കാൾ മുന്നത്തെ വർഷത്തേക്കാൾ ഏറ്റവും വലിയ ശുശ്രൂഷകൾ വെളിപ്പെടുന്നത് കർത്താവ് കാണിക്കുവാനും കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാനുമുള്ള കൃപ നൽകി. ഇന്ന് രാത്രികാലം ഞാൻ വിശ്വസിക്കുന്നു ഈ ദേശത്തിനകത്ത് കഴിഞ്ഞ വർഷം നടന്നതിനേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകൾ നടന്നതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലുത് ലഭിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ഇന്നായിരിക്കണം. പ്രത്യേകം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ തിരുവചനത്തിൻ്റെ വെളിപ്പാടിൽ നമ്മൾ കയറി വരണം. തിരുവചനം ആഴത്തിലുള്ള വെളിപ്പാടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ആ വചനത്തിൻ്റെ ആഴം നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അത് വിടുതലായി സൗഖ്യമായി വെളിപ്പെടുന്നത്. കാരണം വചനമാണ് ക്രിസ്തുവെന്ന് തിരുവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു. ആ വചനം ഇന്ന് രാത്രികാലം ഇതിനകത്ത് വെളിപ്പെടും. വചനമാകുന്ന ക്രിസ്തു ഇതിനകത്ത് വെളിപ്പെടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്ന രോഗങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൈശാചിക ബന്ധനങ്ങൾ അഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്തായിരിക്കുന്നവരുടെ ബന്ധനങ്ങളും കെട്ടുകളും പൊട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ കാണാത്ത ഒരു മാനസാന്തരം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ ആ കർത്താവിനെ നന്നായി ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ ഇന്ന് ഈ രാത്രികാലം അങ്ങ് ഇതിനകത്ത് എഴുന്നള്ളി വന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. എല്ലാവരും നന്നായി കർത്താവിനെ ആരാധിച്ചാട്ടെ, നന്നായി ആരാധിച്ചാട്ടെ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് വിടുതൽ കിട്ടുവാനല്ല,
തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ വിടുതലിനേക്കാൾ ഉപരിയായി നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വിടുതൽ ലഭിക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വിടുതൽ ലഭിക്കുവാൻ, ക്രിസ്തുവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാതെ ഞാൻ ഇന്ന് രാത്രികാലവും നാളെയും ഇതിനകത്തുനിന്ന് മടങ്ങി പോകില്ല കർത്താവേ. ഞാൻ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, എന്നെ കർത്താവ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വലിയ നിയോഗം ഇതിനകത്ത് വെളിപ്പെടണം കർത്താവേ. അങ്ങയുടെ വലിയ കരം ഇതിനകത്ത് വെളിപ്പെടണം കർത്താവേ. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകളിൽ നിന്നൊരു വിടുതൽ എനിക്ക് നൽകണം കർത്താവേ. എൻ്റെ മകനോ മകൾക്കോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം കർത്താവേ. എന്താണോ, എന്താവശ്യമായിട്ടാണോ നിങ്ങൾ ഇതിനകത്ത് കടന്നു വന്നത്, ആ ആവശ്യം നിറവേറ്റുവാൻ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ ഇതിനകത്ത് ഉലാത്തുന്നുണ്ട്. ആ കർത്താവ് ഇതിനകത്ത് ഒരു ദേശത്തിനകത്ത് കടന്നു വന്നാൽ ആ ദേശത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാതെ അവൻ മടങ്ങി പോകുകയില്ലെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. വചനം അയച്ച് സൗഖ്യം നൽകുന്ന കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കർത്താവ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ആരാധിച്ചാട്ടെ, എല്ലാവരും ആരാധിച്ചാട്ടെ, എല്ലാവരും അല്പനേരം സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റിവെച്ച്, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റിവെച്ച്, ആ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന കർത്താവിൻ്റെ കരത്തിലേക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ശക്തമേറിയ രീതിയിലൊന്ന് ആരാധിച്ചാട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷങ്ങൾ, കഴിഞ്ഞ 15 വർഷമായി എൻ്റെ കർത്താവ് എന്നെ നടത്തുന്നതിൽ ഉപരിയായി ഇതിനകത്തുനിന്ന് ഒരു കൂട്ടരെ എഴുന്നേൽപ്പിക്കുമെന്ന പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഇതിനകത്ത് ആ ദൂതിനെ വർഷിച്ച്, ദൂതിനെ ഇട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം അത് ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഇതുവരെ കാണാത്ത ഡെലിവറൻസുകൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഇതുവരെ കാണാത്ത സൗഖ്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെടട്ടെ. അസാധാരണമായ ദൈവ മഹത്വം ഇതിനകത്ത് വെളിപ്പെടുന്നതായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ, ഈ ദേശത്തിനകത്ത് വലിയൊരു ഉണർവ് നടക്കുവാൻ ഇന്ന് രാത്രികാലം ആ ഉണർവിന്റെ സാന്നിധ്യത്തെ ഞാൻ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്നു കർത്താവേ. ഒരു മിറാക്കുലസ് ഇയറായി ഞങ്ങൾക്ക് നൽകിയിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം അങ്ങയുടെ മിറാക്കുലസ് ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനം ഇതിനകത്ത് വെളിപ്പെടട്ടെ കർത്താവേ. ദൈവിക കരം ഇതിനകത്ത് വെളിപ്പെടട്ടെ കർത്താവേ. ദൈവിക സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടട്ടെ കർത്താവേ. അസാധാരണമായ ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ഈ ആരാധിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്തുള്ള രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ. നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല എങ്കിലും കർത്താവിനെ നന്നായി അറിയാം. നിന്റെ ഹൃദയഭാരങ്ങളെ കർത്താവിനെ അറിയാം. നിന്റെ പ്രയാസങ്ങളെ കർത്താവിനെ അറിയാം. നിന്റെ ഇന്നത്തെ അവസ്ഥകളെ കർത്താവിനെ അറിയാം. ആ അവസ്ഥകൾ മാറാൻ വേണ്ടിയാണ് 2026 വർഷത്തിനു മുന്നേ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചുവെന്ന് നീ മനസ്സിലാക്കിയാൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, 2026 വർഷത്തിന് മുന്നേ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി, എൻ്റെ നിത്യതയ്ക്ക് വേണ്ടി, എൻ്റെ ജീവന് വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചുവെന്ന് ആരെങ്കിലും ഇന്ന് രാത്രികാലവും നാളെയും കൂടെ കേൾക്കുന്ന മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കിയാൽ, നിന്റെ ജീവിതം ഇന്ന് വരെ നീ കണ്ട യെരിഹോ മതിലുകൾ തകർന്നു മാറുന്നത് നിനക്ക് കാണുവാൻ കഴിയും. ഇതുവരെ നിന്റെ മുന്നിൽ അടിച്ച ഈശാന മൂല കാറ്റുകൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയും. ഇതുവരെ നിന്റെ ജീവിതത്തിനകത്ത് തകർച്ചകളിട്ട പ്രതികൂലത്തിനൊന്നും ചെയ്യാൻ കഴിയാതെ ക്രിസ്തുവിൻ്റെ കരത്തിലെ പൊൻമുത്തുകളായി നിങ്ങൾ മാറുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ ഈ സഭ ഇതിനകത്ത് കണ്ടതാണ്. ഇതിനകത്ത് നടന്ന ഒരു ഭവന കൂട്ടായ്മയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കുന്നത് കാണുവാൻ എനിക്ക് കർത്താവ് കൃപ നൽകി. രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, പൈശാചിക ബന്ധനങ്ങളെ വിടുവിച്ച് കുടുംബങ്ങളിൽ നിന്ന് അതിനെ മാറ്റി, കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതം നടക്കാതെ ഇരുന്ന സാഹചര്യങ്ങളെ മാറ്റി കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നത് ഞാൻ കണ്ടു. ഇന്നലെ രാത്രികാലം ഞാൻ ഇതിനകത്തായിരുന്നപ്പോൾ ഒരു സഹോദരി വന്ന് കഴിഞ്ഞ 5 വർഷം മുന്നേ എൻ്റെ നാവിലൂടെ കർത്താവ് സംസാരിച്ച എല്ലാ കാര്യങ്ങളും നടന്നുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കാരണം കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് ഇന്ന് രാത്രികാലം ഇതിനകത്ത് വന്നിട്ടുണ്ട്. 1-2 വ്യക്തികൾക്ക് മാത്രം അത്ഭുതം ചെയ്യുവാനല്ല, ഇതിനകത്ത് ഇന്ന് ഉള്ള എല്ലാ വ്യക്തികൾക്കും അത്ഭുതം ചെയ്യുവാൻ എൻ്റെ കർത്താവിനെ കൊണ്ട് കഴിയും. കാരണം അവൻ ഇന്നും ജീവിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു. ഇന്ന് രാത്രികാലം ഇതിനകത്ത് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തൊരു മാറ്റം തരുവാൻ, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ, കർത്താവിൻ്റെ വലിയ കരം ചലിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ വചനത്തിലേക്ക് കിടക്കാം. ഹല്ലേലൂയ. ഞാൻ ഈ 2 ദിവസം ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങളുടെ മധ്യത്തിൽ വിളംബരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്ത നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു 9 കാര്യങ്ങൾ ഇതിനകത്ത് ഈ ദേശത്തിനകത്ത് ഇടണമെന്നും അതിനെ പ്രാർത്ഥിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്നു പലവിധ സഭകളിൽ പോകുന്നവരാണ്,
ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് പറയുന്നവരാണ്, കർത്താവിന് വേണ്ടി നടക്കുന്നുവെന്ന് പറയുന്നവരാണ്. യഥാർത്ഥത്തിൽ എത്ര പേർ ഒറിജിനലായി നിങ്ങൾക്ക് ഉറപ്പായും നെഞ്ചിൽ കരം വെച്ചിട്ട് പറയാൻ പറ്റും, ഞാൻ യേശുവിനെ യഥാർത്ഥമായി അറിഞ്ഞു എന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കരം ഉയർത്തിയാട്ടെ. ഞാൻ യേശുവിനെ നിശ്ചയമായും അറിഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു എന്ന് പറയാൻ കഴിവുള്ളവർ മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് രണ്ട് കൂട്ടരെ കാണാൻ പറ്റും. ക്രിസ്തീയ ജീവിതത്തിനകത്ത് രണ്ട് കൂട്ടരെ കാണാൻ പറ്റും. ഒരു കൂട്ടർ ക്രിസ്ത്യാനി എന്ന ലാബിൽ ജീവിക്കുന്നവരും, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പള്ളിയിൽ പ്രധാനികളാണ്, സഭയുടെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലാണ്, എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണെങ്കിൽ ലോകകാര്യത്തിൽ അതിനേക്കാളും മുൻപന്തിയിലാണ്, ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ ഒന്നും അവർക്ക് ലഭിച്ചാലും ലഭിച്ചില്ല എങ്കിലും എൻ്റെ യേശു മാത്രം മതി എന്ന് ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലുള്ളതാണ് ഞാൻ. അവനെ യഥാർത്ഥമായി ക്രിസ്ത്യാനി എന്ന് വിളിക്കാം, പക്ഷെ ആരും വിളിക്കില്ല. എന്തെന്നറിയാമോ? അവൻ്റെ ജീവിതത്തിൽ വലിയതൊന്നും നടക്കുന്നത് ആരും കണ്ടിട്ടില്ല. നമ്മളെല്ലാം അളക്കുന്നത്, നമ്മളെല്ലാം മാർഗിടുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് എന്തു ലഭിച്ചു, അല്ലെങ്കിൽ അവൻ ആരാധനയ്ക്ക് പോയിട്ട് അവൻ്റെ ജീവിതത്തിനകത്ത് എന്തു ലഭിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യില്ല, അവൻ ദൈവത്തെ അല്ല ആരാധിക്കുന്നു എന്നൊരു തോന്നൽ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഇതിനകത്ത് കർത്താവ് തിരുവചനത്തിനകത്തൂടെ ഈ 3 ദിവസം, 2 ദിവസം പഠിപ്പിക്കുവാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്ന വിഷയവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, ക്രിസ്തീയ ജീവിതം യഥാർത്ഥമായി നടത്തിയിട്ടും പലപ്പോഴും വെളിപ്പാടില്ലാത്തത് കൊണ്ട്, നമുക്ക് വചന വെളിപാട് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ആഴമേറിയ രീതിയിൽ ദൈവിക സ്നേഹം വരികയില്ല. ദൈവത്തെ അറിഞ്ഞു എന്ന് പറഞ്ഞൊരു ലേബൽ ജീവിക്കുമെന്നല്ലാതെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനോ മറ്റുള്ളവരോട് പറയുവാനോ അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുവാനോ ഒന്നും നമ്മൾ താല്പര്യപ്പെടുകാറുമില്ല. ഇന്ന് ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് ആദ്യമായി പ്രബോധിപ്പിക്കുന്നത്, ഈ 2026 ജനുവരി മാസത്തിൻ്റെ പകുതിയിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു തീരുമാനമെടുക്കണം. നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളോട് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ യേശുവിനെ കുറിച്ച് നിങ്ങൾ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ മക്കളെന്ന് പറയുന്ന നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആർ പറയും? നാം ദൈവത്തിന് വേണ്ടി ഈ ലോകത്തെ യേശുവിനെ ഏറ്റു പറയുന്നവരെ നമ്മുടെ നിത്യജീവനിൽ യേശു ദൂതന്മാരുടെ മുന്നേ വെളിപ്പെടുത്തുമെന്ന്, അല്ലെങ്കിൽ ഏറ്റു പറയുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ സ്റ്റാൻഡായി നിൽക്കണമെങ്കിൽ, തല ഉയർത്തി നിൽക്കണമെങ്കിൽ, ഈ ദേശത്തിൽ വെച്ച് യഥാർത്ഥമായി ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് പറയുന്ന വ്യക്തി, ആദ്യത്തെ ലേബലിലുള്ള വ്യക്തിയല്ല. അവർക്കിന്ന് വേണമെങ്കിൽ മാനസാന്തരപ്പെടാം. എൻ്റെ ശബ്ദപരിധിക്കകത്ത് ഭവനത്തിനകത്തൊക്കെ ഇരുന്ന് അവർ കേൾക്കുന്നുണ്ടായിരിക്കാം. അവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് രാത്രികാലം 2026 വർഷത്തിന് മുന്നേ കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്ത കാര്യത്തെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. ക്രിസ്ത്യാനി എന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, എന്ത് ലഭിച്ചാലും ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം? നിങ്ങളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഇന്നു മുതൽ സുവിശേഷം ദേശത്തിനകത്ത് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സുവിശേഷം പറഞ്ഞു തുടങ്ങിയ വ്യക്തിയാണ്. ഇന്ന് നമുക്കൊരു സഭയുണ്ട്, ഹെവൻലി റെവല്യൂഷൻ ചർച്ച് എന്ന പേരിൽ ഓലത്താന്നി ദേശത്തിനകത്തൊരു സഭയുണ്ട്. കർത്താവ് ഈ ദിവസങ്ങൾ എന്നെ മാനിച്ച് നിർത്തിയതിന് കാരണം ഞാൻ സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ്. ഒരു ലജ്ജയുമില്ലാതെ ഞാൻ സുവിശേഷം പറയും. ഹല്ലേലൂയ. ഏത് വ്യക്തിയോട് വേണമെങ്കിലും സുവിശേഷം പറയും. ഞാൻ വിശ്വസിക്കുന്നു ഈ 2 ദിവസം ചോനകമുറിയുടെ ലെവല് മാറ്റുന്ന ദിവസങ്ങളായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഇതിനകത്ത് പ്രാർത്ഥനയോട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചിട്ടേ മടങ്ങിപ്പോവുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ദോഷവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശുവിനെ പ്രസംഗിക്കുന്നു. എവിടെയൊക്കെ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെയും ക്രിസ്തുവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രികാലം നിങ്ങളിത് പുതുതായി കേൾക്കുന്നതായിരിക്കില്ല. നിരവധി കാര്യങ്ങളിൽ നിങ്ങൾ കേട്ട വിഷയമായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രികാലം ഞാൻ ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഇതിനകത്ത് ഉയർത്തുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ,
നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന അവസ്ഥകളെ മടക്കി കൊണ്ടുപോകാൻ നിങ്ങളെ കർത്താവ് അനുവദിക്കില്ല. നിങ്ങൾ കൊണ്ടുവന്ന ഭാരത്തെ ഇതിനകത്ത് കളഞ്ഞിട്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ള വ്യക്തിയായി നിങ്ങളെ മടക്കി കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ വചനം സംസാരിക്കുന്ന സമയത്ത് നിങ്ങളോട് കർത്താവ് ഇടപെട്ടാൽ തൊട്ടടുത്തിരിക്കുന്ന ആൾ എഴുന്നേറ്റോ ഇരുന്നോ ഇതൊന്നും നിങ്ങൾ നോക്കരുത്. നിങ്ങൾ കരമടിച്ച് അതിനെ റിസീവ് ചെയ്ത് കർത്താവിൻ്റെ സന്നിധി ആത്മാവിലും സത്യത്തിലും ഇന്ന് ആരാധന കൊടുക്കണം. ഹല്ലേലൂയ. നിനക്കിന്ന് റിസൾട്ട് കാണണമെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നീ ഇന്ന് ആരാധിച്ച് അതിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. ഇതിനകത്ത് ഈ വചനത്തിനകത്ത് പറയുന്നു, യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ദോഷമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട എല്ലാവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. കർത്താവിനെ ക്രൂശിച്ച സമയത്തും പലർക്കും ഇടർച്ചയായിരുന്നു. ആര്? യേശു ക്രിസ്തു. കാരണം ആ നാളുകളിൽ മതം പഠിപ്പിച്ചതിന് ഓപ്പോസിറ്റായി കർത്താവ് തൻ്റെ 3.5 വർഷക്കാല ശുശ്രൂഷ ചെയ്ത ചരിത്രം തിരുവചനത്തിനകത്ത് കാണുവാൻ കഴിയും. അത് പല മത നേതാക്കന്മാർക്കും പല ദേശത്തിലെ പരീക്ഷന്മാർക്കും ന്യായശാസ്ത്രിയായിരുന്നവർക്കും പ്രതികൂലങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് അവർ കർത്താവിനെ ക്രൂശിക്കുവാനായി ശ്രമിക്കുകയും അല്ലെങ്കിൽ ക്രൂശിക്കുവാനായി ഏൽപ്പിക്കുകയും കർത്താവിനെ ക്രൂശ് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പക്ഷേ ഇതിനകത്ത് കർത്താവിൻ്റെ തിരുവചനത്തിനകത്ത് നമ്മൾ ആഴമേറിയ രീതിയിൽ വായിച്ചാൽ യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ഈ ലോകത്തിലേക്ക് ദൈവമായിരുന്നവൻ ഇതിനകത്ത് മനുഷ്യരൂപം എടുത്തു വന്നുവെന്നും ആ മനുഷ്യനായി ഈ ലോകത്തിൽ നമ്മെപ്പോലെ ഒരു ജഡരൂപത്തിൽ ജീവിച്ച് 33.5 വയസ്സ് വരെ ജീവിതം നയിച്ച് തൻ്റെ ജീവിതത്തെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. പക്ഷെ അന്നും കർത്താവിനെ ക്രൂശിച്ച ആ സമയത്തും തിരുവചനത്തിൻ്റെ ഭാഗങ്ങൾ സുവിശേഷ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കർത്താവിനെ ക്രൂശിച്ച് ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അതിലെ കടന്നുപോയ വ്യക്തികൾ കർത്താവിനെ ആക്ഷേപിച്ചതായി കാണുവാൻ കഴിയും. 3 ദിവസം കൊണ്ട് മന്ദിരം പൊളിച്ച് പണിയുന്നവനെ നീ ഇറങ്ങി വന്ന് നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് കളിയാക്കിയതുപോലെ ഇന്നും ഈ കാലഘട്ടത്തിലും നമ്മെ അറിയുന്ന നമ്മോട് കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും യേശുവിനെ കുറിച്ച് കളിയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പലർക്കും തിരിച്ചറിവില്ല യേശു ആരാണെന്ന്. കാരണം അവരെ എനിക്ക് ഒരു കാരണവശാലും തെറ്റ് പറയാൻ കഴിയില്ല. നമ്മൾ കർത്താവിനെ അറിഞ്ഞ നമ്മൾക്ക് പോലും തിരിച്ചറിവില്ല യേശു ആരാണെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ യേശു ആരെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മുടെ ദേശത്തിനകത്ത് കർത്താവിൻ്റെ നാമം ഉയരും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിനെ നീയായി കളിയാക്കുവാൻ വിട്ടുകൊടുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ രാത്രികാലം മാറ്റണം. കാരണം കർത്താവ് നിനക്ക് വേണ്ടി തന്ന ജീവന്റെ വില നിനക്ക് മടക്കി കൊടുക്കുവാൻ ആ കർത്താവിനെ നിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാനേ നിനക്ക് കഴിയൂ. ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുന്നു, 2026 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവിനെ ഈ നാളുകളിൽ ഇതിനകത്ത് നിങ്ങളിലൂടെ വെളിപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ദേശത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നീ ഇന്ന് ഏത് സാഹചര്യത്തിൽ കിടന്നാലും നിന്നിലൂടെ വെളിപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതെനിക്ക് ധൈര്യമായിട്ട് ഈ ദേശത്തിനകത്ത് പറയാൻ കഴിയും. കാരണം എന്തെന്നറിയാമോ? നന്നായി മദ്യപിച്ച് ലോകപരമായി ജീവിച്ച് ആരും എനിക്ക് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ വ്യക്തിയാകുന്ന എന്നെ, 7ഓളം തവണ ആത്മഹത്യക്ക് ശ്രമിച്ച എന്നെ എൻ്റെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് തൻ്റെ സ്വരൂപത്തിലാക്കി എന്നെ തൻ്റെ അനുരൂപനാക്കി തീർത്തപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഘോഷിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി, ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നവനെ നിന്റെ ജീവിതത്തെ മാറ്റുവാൻ കർത്താവിന് ഒരു നിമിഷം മതി. നിനക്ക് കർത്താവ് വേണ്ട എന്ന് പറഞ്ഞാലും നിന്നോടുകൂടെ കർത്താവിന് നിന്നെ താല്പര്യമുണ്ടെങ്കിൽ, ലോകാരംഭത്തിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ, ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ മദ്യപാനവും നിന്റെ ദുരിതപൂർണമായ ജീവിതവും മാറ്റിവെച്ച് നിന്നെ കർത്താവിന് മാറ്റുവാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നിന്റെ ജീവിതത്തെ തകർത്തെറിയുന്ന പൈശാചിക സാന്നിധ്യങ്ങൾ, അഡിക്ഷനുകൾ ഇന്ന് രാത്രികാലം പൊളിയുക തന്നെ ചെയ്യും. ഈ ശബ്ദപരിധിക്കുള്ളിലും ഈ ദേശത്തിൻ്റെ മധ്യയും ഈ ദൈവ സാന്നിധ്യം ചലിക്കുന്ന ഈ സമയത്ത് ചില വ്യക്തികളുടെ ഭവനങ്ങളിൽ, ചില കുടുംബങ്ങളുടെ അകത്ത് ദൈവിക സാന്നിധ്യം വെളിപ്പെടുകയും ഒരിക്കലും നന്നാവില്ല എന്ന് ലോകം വിധി എഴുതിയ, ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ലോകം വിധി എഴുതിയ ചില വ്യക്തികൾ തിരുവചനവും എടുത്തുകൊണ്ട് ഈ നാളുകളിൽ സാക്ഷി പറയുന്നവരായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. ഞാൻ വീണ്ടും പറയട്ടെ, 5 വർഷം മുന്നേ കർത്താവ് എന്നോട് പറഞ്ഞത് ഒരു ഭവനത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതും സംഭവിക്കും. 2026 കഴിയുന്നതിന് മുന്നേ ഈ ദേശത്തിനകത്ത് ഒരു ഉണർവ് നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു.
ഇന്ന് ഇതിനകത്ത് ഈ ദൈവ സാന്നിധ്യം ചലിച്ചിട്ട് നമ്മൾ ഈ 2 ദിവസത്തെ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ ദേശത്തിൽ നിന്ന് തിരിച്ചു വരികയില്ല. അനേകരെ വിളിച്ചുകൊണ്ട് അനേകരെ ഈ ദേശത്തിനകത്ത് ദൈവപ്രവൃത്തി കാരണമാക്കാതെ പരിശുദ്ധാത്മാവ് ഈ ദേശം വിട്ട് മാറുകയില്ല. കാരണം അവൻ ഇന്ന് രാത്രികാലം ഇതിനകത്ത് പറന്നിറങ്ങുന്ന ദൈവമത്രേ. ആ കർത്താവ് ഇതിനകത്തുണ്ടെങ്കിൽ, ആ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, ഇതിനകത്തിരിക്കുന്ന ഒരാൾ മാനസാന്തരപ്പെട്ടാൽ ആ കുടുംബം രക്ഷയിലേക്ക് വരും. ഞാൻ രക്ഷപ്പെട്ടപ്പോൾ എൻ്റെ കുടുംബം മാനസാന്തരപ്പെട്ടുവെങ്കിൽ, എൻ്റെ ചാർച്ചക്കാർ മാനസാന്തരപ്പെട്ടുവെങ്കിൽ, എൻ്റെ ദേശത്തിനകത്ത് വിടുതലുകൾ നടന്നുവെങ്കിൽ, നിന്നെ ഇന്ന് വീണ്ടെടുക്കുവാൻ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ കരം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ നീ പൂർണ്ണമായി വിട്ടുകൊടുത്താൽ പലരും ആക്ഷേപിക്കുന്ന, പലരും പരിഹസിക്കുന്ന കർത്താവ് നിന്റെ ജീവിതത്തെ മാറ്റും. നിനക്ക് പരിഹസിക്കാൻ പറ്റില്ല, നിനക്ക് കഷ്ടങ്ങൾ പറയാൻ കഴിയില്ല. കാരണം നിന്റെ കർത്താവ്, നമ്മുടെ കർത്താവ് നിന്റെ പിതാവും നിന്റെ രക്ഷിതവും നിന്റെ സ്നേഹിതനും നിന്റെ എല്ലാമായി മാറും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലും കർത്താവ് അങ്ങനെ ചെയ്തു. ഞാൻ അതുവരെ ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയായി ജീവിച്ചെങ്കിൽ ലോകത്തിൽ എല്ലാ ലെവലിലും എല്ലാ സ്ഥലങ്ങളിലും പോയി തീർത്ഥാടനത്തിനും മറ്റുള്ള കാര്യാദികൾക്കും പോയി ജീവിച്ചുവെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, ആരുമില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ, മരണം പോലും എന്നെ പിടിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ, കരച്ചിലോടെ നിലവിളിയോടെ ജീവിച്ച എൻ്റെ ജീവിതത്തിനകത്തേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വന്നു. അവൻ എൻ്റെ വലം കരം പിടിച്ചു. എൻ്റെ കർത്താവ് മറ്റൊന്നും പറഞ്ഞില്ല. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നീ എനിക്ക് വിട്ടു തന്നാൽ ഞാൻ നിന്നെ പണിയാമെന്ന് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു എൻ്റെ അപ്പായോട് ഞാൻ എന്താണ് പറയാൻ പോകുന്നത്. പക്ഷെ എൻ്റെ അപ്പായോട് ഞാൻ പറഞ്ഞു, കർത്താവേ, നീ ഈ എല്ലാ വൃത്തികെട്ട രീതിയിൽ ജീവിച്ചിട്ടും, ഇങ്ങനെ മദ്യപിച്ചിട്ടും, മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടും, മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിലല്ല സംസാരിക്കാതെ ഇരിക്കുന്ന സമയത്തും, മറ്റുള്ളവരുടെ ദേഷ്യവും കോപത്തിലും നടക്കുന്ന സമയത്തും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും തരാനില്ല കർത്താവേ. ഞാൻ എന്നെ തന്നെ വിട്ടുതരുന്നു. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു എന്ന് പറഞ്ഞു. അടുത്ത നിമിഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എൻ്റെ കർത്താവിൻ്റെ വലങ്കരം എൻ്റെ കരത്തിൽ പിടിച്ചു. ഞാൻ ഇന്ന് വരെ ആരാധിക്കാത്ത രീതിയിൽ ആരാധിച്ചു. കർത്താവ് എന്നെ ആരാധന മധ്യ വെച്ച് കർത്താവ് എന്നോട് പറഞ്ഞു, നിന്നോട് ഞാൻ വാഗ്ദത്തം ചെയ്തത് നിന്റെ ജീവിതത്തിൽ നടത്തിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് ഓരോ ദിവസവും എന്നെ പഠിപ്പിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ എന്നെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് ഒരു കാര്യം നിശ്ചയമായും എനിക്ക് മനസ്സിലായി. ആ കർത്താവ് യഥാർത്ഥമായി മരിച്ചത്, ആ കർത്താവ് യഥാർത്ഥമായി 2026 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ മരിച്ചത് താൻ ഒരു ആത്മഹത്യ ചെയ്തതല്ല, തന്നെ ആരെങ്കിലും പിടിച്ച് ക്രൂശിച്ചതല്ല, തന്നെ ആരെങ്കിലും തകർത്തതല്ല. എനിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടായി, രോമം കത്തിരിക്കുന്നവരുടെ മുന്നേ മൗനമായിരിക്കുന്ന കുഞ്ഞാടായി എനിക്ക് വേണ്ടി താൻ ത്യാഗം സഹിച്ചവനാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ എന്ത് കഷ്ടത്തിൽ കിടന്നാലും, എന്ത് പ്രയാസത്തിൽ കിടന്നാലും, കർത്താവിന് ഇതുവരെ നീ പെറുപുറത്തിട്ടുണ്ടെങ്കിലും, നിന്റെ ജീവിതത്തിനകത്ത് ഈ കഷ്ടം മാറുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, നീ ഈ നാളുകൾ ഒരു ആത്മീയ കൂട്ടായ്മയിടത്ത് പോകണം. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നീ പ്രാപിക്കണം നിന്റെ ജീവിതത്തിനകത്ത്. പക്ഷേ ദേശം നോക്കുമ്പോൾ നിനക്ക് കഷ്ടം മാറിയില്ല എന്ന് തോന്നുമായിരിക്കാം, നിനക്ക് പ്രയാസം മാറിയില്ല എന്ന് തോന്നുമായിരിക്കാം, നിന്റെ പ്രശ്നങ്ങൾ അതേപോലെ നിൽക്കുന്നു എന്ന് തോന്നുമായിരിക്കാം. പക്ഷേ നിന്റെ വശത്ത് 1000 പേര് വീണാലും, നിന്റെ വലതുവശത്ത് 10,000 പേര് വീണാലും, നിനക്ക് ഒരനർത്ഥവും ഭവിക്കാതെ കാക്കുന്ന കർത്താവ് നിന്റെ കൂടെ നിൽക്കുന്ന നിനക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് ഇതിനകത്തുണ്ട്. നിന്നെ സ്നേഹിക്കുന്നവൻ ആ 2026 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ മാത്രം ഒതുങ്ങിയവനല്ല, തന്നെ ആ ക്രൂശിൽ നിന്നിറക്കി ആരും വച്ചിട്ടില്ലാത്തൊരു കല്ലറയ്ക്കകത്ത് വെച്ചു. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. 2-3 പേർ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ അവനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് അവനുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം ഇതിനകത്ത് ഉലാത്തുന്നുണ്ട്. നിന്റെ അടുക്കൽ ആ കർത്താവ് വന്ന് നിൽക്കുന്നുണ്ട്. പ്രിയ മകനെ, മകളെ എന്ന് വിളിച്ചുകൊണ്ട് നിന്നോട് അവൻ സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതേപോലെ പറയുന്നു 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും തന്നെ. ഹല്ലേലൂയ. എന്തൊക്കെ അറിഞ്ഞാലും, എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ കേട്ടാലും ഞാൻ നശിക്കും തീരുമെന്ന് പറയുന്നവന് അത് പോഷകത്വമാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട
മാനസാന്തരപ്പെട്ട കർത്താവിനെ അറിഞ്ഞ നമുക്കത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. എത്ര പേർ ആ ശക്തി അനുഭവിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശക്തി അനുഭവിച്ചിട്ട് ഇങ്ങനെയൊന്നും ഇരിക്കരുത് കേട്ടോ. ദൈവശക്തി അനുഭവിച്ചാൽ ആ ശക്തി അനുഭവിച്ചതുപോലെ ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നശിച്ചു പോകുന്നവർ ഈ ദേശത്തിനകത്തുണ്ടെങ്കിൽ അവരെയും മാനസാന്തരപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. അവരെയും നേരായ പാതയിൽ നടത്തുവാൻ കർത്താവിന് കഴിയും. ഒരു മനുഷ്യന് ഒന്നിലധികം ചാൻസ് കൊടുക്കുന്നവനാണ് കർത്താവ്. എത്രയോ ചാൻസുകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ് ഞാൻ. എന്നിട്ടും തിരിച്ചെന്നെ മടക്കി വിളിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇന്ന് നീ ഏതു സാഹചര്യത്തിലായാലും ആ സാഹചര്യത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് ഇതിനകത്തുണ്ട്. നീ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് എൻ്റെ യേശുവേ, ഞാൻ ഇതുവരെ അങ്ങ് അറിഞ്ഞിട്ടും യഥാർത്ഥത്തിൽ അറിയാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും തിരിച്ചറിവില്ലാത്ത രീതിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ അങ്ങയുടെ നാമം ഭോഷത്തിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തെ ഇന്ന് പൂർണ്ണമായി അങ്ങയുടെ തിരുകരങ്ങൾ തരുന്നു. തിരുവചനത്തിനകത്ത് പറയുന്ന ദൈവശക്തി എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം. ഇന്ന് എന്നെ മേൽ വ്യാപാരം ചെയ്യുന്ന, എന്നെ തകർത്തെറിയുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ആ ദൈവശക്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗ് തീരുന്നതിന് മുന്നേ ചില വ്യക്തികളുടെ മേൽ ആ ദൈവശക്തി വെളിപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഇത് ഇങ്ങനെ പറയുവാൻ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ദാസനായ പൗലോസ് അപ്പോസ്തലനോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കുകയാണെങ്കിൽ, പൗലോസ് അപ്പോസ്തലനാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനെ, എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഇങ്ങനെ സംസാരിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, ലോകമുണ്ടായ കാലം മുതൽ ഇതുവരെ ഉള്ള എല്ലാ മനുഷ്യരും ജീവിച്ചു മരിച്ചു. ഹല്ലേലൂയ. പക്ഷെ ഇന്നും അടയ്ക്കാത്ത ഒരൊറ്റ കല്ലറയേ ഉള്ളൂ, അത് യേശുവിൻ്റെ കല്ലറ മാത്രം. തന്നെ ക്രൂശിച്ചു, തന്നെ അടക്കി, മൂന്നാം പക്കം താൻ എഴുന്നേറ്റു. ഇന്നും ആ കല്ലറ അടച്ചിട്ടില്ല. കാരണം യേശു അതിനകത്ത് ഇല്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരം അതിനകത്തില്ല. അവൻ ആ ഉയർത്തെഴുന്നേറ്റു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ ഉയർത്തെഴുന്നേറ്റ ആ സമയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ കർത്താവ് ക്രൂശിച്ച സമയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞപ്പോൾ, എല്ലാവരും മരിക്കുന്നതിനു മുന്നേ വേദന സഹിച്ച് നിലവിളിച്ച് മരിക്കുമെങ്കിൽ യേശു നിലവിളിച്ച് മരിച്ചതല്ല. യേശു പറഞ്ഞു, താൻ മരണസമയത്ത് താൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്, എല്ലാം നിവർത്തിയായി. ഒരു മനുഷ്യന്റെ ജീവിതത്തിനുള്ള എല്ലാം ഞാൻ നിവർത്തീകരിച്ചിട്ടാണ് ഈ ലോകം വിട്ടു പോകുന്നതെന്ന്. ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിനുള്ള എല്ലാം കർത്താവ് കാൽവരി ക്രൂശിൽ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. സാധാരണ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ കൊണ്ടുവന്ന എല്ലാ സാഹചര്യങ്ങളും ചരിത്രവും അവിടെ വെച്ച് സ്റ്റോപ്പ് ആകുമെങ്കിൽ കർത്താവിൻ്റെ മരണത്തോടു കൂടെ ഒരു പുതിയ യുഗം ആരംഭിച്ചു. സഭയുടെ ജനനമുണ്ടായി. ഇന്ന് കാണുന്ന ദൈവപ്രവൃത്തിയുടെ ജനനമുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടെ കർത്താവ് വീണ്ടും മാർക്കോസിന്റെ മാളിക മുകളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ 120 പേരിലധികം കാത്തിരുന്ന 120 പേരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരുപോലെ ചലിച്ചപ്പോൾ, ഒരു ക്രിസ്തുവിനെ പിടിച്ച് ക്രൂശിച്ചെങ്കിൽ അനേക ക്രിസ്തുക്കൾ ഒരുമിച്ച് എഴുന്നേൽക്കുന്ന അവസ്ഥ ഉണ്ടായെങ്കിൽ, ഈ ചോനകമുറിയുടെ അകത്ത് നീ ഇതിനകത്തിരിക്കുന്ന ഒരാൾ വിശ്വസിച്ചാൽ, നിനക്ക് ക്രിസ്തുവിന് അനുരൂപമാകുവാൻ കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ 2026 തീരുന്നതിന് മുന്നേ നിന്നിലൂടെ കർത്താവ് ക്രൂശിൽ എന്തൊക്കെ ചെയ്തോ ആ പ്രവൃത്തി മറ്റനവധി പേർക്ക് നിന്നിലൂടെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കണം. കർത്താവ് ഫിനിഷായി എന്ന് പറഞ്ഞത് തൻ്റെ നിയോഗം ഫിനിഷായി. താൻ ഈ ലോകത്ത് ജീവിച്ച 3.5 വർഷക്കാലം, അല്ലെങ്കിൽ തൻ്റെ 33.5 വർഷക്കാലത്തിനകത്ത് പിതാവ് പറഞ്ഞ നിയോഗത്തെ അതേപോലെ താൻ നിവർത്തിച്ചു. ഇനി അടുത്തു പോരാൻ പോകുന്ന ഒരു യുഗത്തെ താൻ ഉണ്ടാക്കി. ഹല്ലേലൂയ. 3.5 കിലോമീറ്റർ അല്ലെങ്കിൽ 4 കിലോമീറ്റർ അല്ലെങ്കിൽ 5-6 കിലോമീറ്ററിനകത്ത് ചുറ്റി നടന്ന വ്യക്തി ഈ ലോകം മുഴുവൻ അറിയുന്ന ആത്മാവായി മാറി. ഇന്ന് ആ പരിശുദ്ധാത്മാവ് ഇതിനകത്തുണ്ട്. ആ കർത്താവ് ഇതിനകത്ത് വന്നിരിക്കുന്നിടത്തോളം കാലം എൻ്റെ പ്രിയ ജനമേ, നിന്റെ ജീവിതത്തിനകത്ത് വിടുതൽ തരാതെ ആ കർത്താവ് മടങ്ങിപ്പോവുകയല്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് മാറ്റം തരാതെ ആ കർത്താവ് മടങ്ങിപ്പോവുകയല്ല. ആ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് മാറ്റം തന്നത് കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ട് പാടി കർത്താവിനെ അല്പനേരം ആരാധിക്കാം. നീ ഇന്ന് അറിയാൻ പോകുന്ന സത്യം, ഈ 2026 വർഷത്തിന് മുന്നേ അറിഞ്ഞ സത്യം,
നമ്മൾ ഇതുവരെ ചോദിച്ചല്ലേ പോയത്. പക്ഷെ കർത്താവ് കാൽവരി കുരിശിൽ എല്ലാം നൽകി. എല്ലാവരും എഴുന്നേറ്റാട്ടെ, നിങ്ങളുടെ ഇരിപ്പിടം വിട്ടൊന്ന് എഴുന്നേറ്റാട്ടെ. എഴുന്നേറ്റ് കരമടിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ഒന്നും നോക്കരുത്. നിന്റെ മേൽ ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തി വെളിപ്പെടുവാൻ തക്കവണ്ണം നീ നന്നായി ഇന്ന് രാത്രികാലം ആരാധിക്കണം. ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ, ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ചോദിച്ചു ഞാൻ നീങ്ങവേ, യാചിച്ചു ഞാൻ പോകവേ. ചോദിച്ചു ഞാൻ നീങ്ങവേ, യാചിച്ചു ഞാൻ പോകവേ. കാൽവരിയിൽ ക്രൂശിൽ ചെന്നു ഞാൻ രാത്രികാല ആ കാൽവരി ക്രൂശിലേക്ക് നീ നോക്കണം. പൊന്മുഖം കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നീ നോക്കണം. നിനക്ക് വേണ്ടി ആ ക്രൂശിൽ ചെയ്തതിനെ നീ തിരിച്ചറിയണം. നിന്റെ ജീവിതത്തെ മാറ്റുവാനുള്ള എല്ലാ കാര്യാദികളും ആ ക്രൂശിൽ ചെയ്തിട്ടുണ്ട്. പൊന്മുഖം കണ്ടു ഞാൻ, നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാനല്ല. എൻ സ്വന്തമേ എൻ ജീവനേ എൻ പ്രാണനേ എൻ സർവമേ ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ, ക്രൂശിൽ നീ എല്ലാം ചെയ്തല്ലോ, ക്രൂശിൽ നീ എല്ലാം തന്നല്ലോ. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. ഒന്നും ഞാൻ ചോദിക്കില്ലിനി, എല്ലാം ഞാൻ നൽകിടാം. എല്ലാവരും നിന്ദിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും നിനക്ക് വേദന സഹിച്ച ആ കർത്താവിനെ ഒന്ന് തിരുമുഖത്തേക്ക് നോക്കിയാട്ടെ. അപ്പാ, ഇത്രമാത്രം സ്നേഹിക്കുവാൻ നീ എൻ്റെ മേൽ എന്ത് കണ്ടു എന്നൊന്ന് ചോദിച്ചാട്ടെ. എൻ്റെ പപ്പ, എൻ്റെ പിതാവേ, ഇത്രയും സ്നേഹിക്കുവാൻ ഈ ലോകം വെറുത്ത എന്നെ, ദേശം വെറുത്ത എന്നെ അങ്ങക്ക് ഇത്രയും സ്നേഹിക്കുവാൻ എങ്ങനെ കഴിഞ്ഞു കർത്താവേ? ഞാൻ യഥാർത്ഥത്തിൽ അങ്ങയോട് ചോദിച്ച് നടക്കേണ്ടതിനല്ലല്ലോ കർത്താവേ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ആ തിരിച്ചറിവിൽ ജീവിക്കേണ്ട വ്യക്തിയാണല്ലോ കർത്താവേ. ഇന്ന് രാത്രികാലം ആ തിരിച്ചറിവ് എൻ്റെ മേൽ വരണം കർത്താവേ. ഈ സമയം മുതൽ ഞാൻ ആളോ മാറിയവനെ പോലെ മാറിയവളെ പോലെ മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് എന്ത് തന്നു എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും പറയേണ്ട കർത്താവേ. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ജീവനെ തന്നു. എനിക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ ഇരിപ്പുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന, എൻ്റെ ഭാരങ്ങൾ അറിയുന്ന എൻ്റെ കർത്താവ് എന്നെ കൈവിടുകയില്ലെന്ന് തിരിച്ച് മടക്കി പറയുവാൻ തക്കവണ്ണം ഈ രാത്രികാലം ആ ഒരു ഉണർവ് എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ കർത്താവ്. ഈ രാത്രികാലം അങ്ങയുടെ വലിയ പ്രവൃത്തി എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ കർത്താവ്. കർത്താവ്, ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇവരുടെ ആത്മീക മണ്ഡലങ്ങളുടെ നിലവാരങ്ങൾ മാറട്ടെ. തിരുവചനത്തിൻ്റെ മർമ്മങ്ങൾ ഇവർക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇവരെ ഇപ്പോൾ ടച്ച് ചെയ്യണം. പരിശുദ്ധാത്മാവാം കർത്താവെ, ഈ സമയത്ത് ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഇവർ ഇനി ചോദിച്ച് നടക്കുവാനല്ല കർത്താവെ. ഒരു വെറും ക്രിസ്ത്യാനി എന്ന ലേബൽ ജീവിക്കുവാനല്ല കർത്താവെ.
ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ അങ്ങ് കാൽവരി ക്രൂശിൽ ചെയ്ത അപ്പോൾ അങ്ങ് ഫിനിഷാക്കിയതിൽ നിന്ന് ഒരു തുടക്കം ഇവരുടെ ജീവിതത്തിനകത്ത് ഉണ്ടാവട്ടെ. അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടും, വലിയ കരം ചലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെയും. ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. 21-ാം വാക്യം പറയുന്നു, മുൻപേ ദുഷ്പ്രവൃത്തിക്കാരാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുന്നിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡരക്തത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഹല്ലേലൂയ. നമുക്കൊക്കെ ഒരു ചരിത്രം പറയുവാനില്ലായിരുന്നു പ്രിയമുള്ളവരെ. 2026 വർഷത്തിന് മുന്നേ കർത്താവ് ക്രൂശിൽ മരിക്കുന്നത് വരെ നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക്, പിതാവായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ യോഗ്യതയില്ലായിരുന്ന ജാതികളായിരുന്നു. കർത്താവിൻ്റെ മുന്നേ യഹൂദർ മാത്രം ദൈവജനമായിരുന്ന സമയത്ത്, കർത്താവിൻ്റെ മുന്നേ നമ്മളെല്ലാം ജാതികളായിരുന്ന സമയത്ത്, തൻ്റെ മകനിലൂടെ, പുത്രനിലൂടെ 2026 വർഷത്തിന് മുന്നേ തൻ്റെ ജഡത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമാക്കി താൻ കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ എനിക്കും നിനക്കും അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയത്തക്ക രീതിയിൽ, പിതാവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കത്തക്ക രീതിയിൽ ഒരു വാതിൽ തുറന്നിട്ടു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് നിങ്ങൾ കർത്താവിനെ എങ്ങനെ ഏത് സ്നേഹത്തിൽ വിളിക്കുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അപ്പനാണ്. നിങ്ങളുടെ പിതാവിനെ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞു തുടങ്ങിയാണ് പ്രാർത്ഥന തുടങ്ങിയത്. കാരണം അന്ന് വരെ അവരുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരാകട്ടെ ആ ദേശക്കാരാകട്ടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അഡോണായി, അതായത് യജമാനൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. ദൈവത്തെ യജമാനനായി കണ്ടിരുന്നിടത്ത് പുത്രനായ ക്രിസ്തു വന്നിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾ ദൈവത്തെ, പിതാവായ ദൈവത്തെ യജമാനനായിട്ടല്ല കാണേണ്ടത്. നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ പുത്രന്മാരാണ്. നിങ്ങൾ പുത്രന്മാരാണെങ്കിലോ അപ്പൻ്റെ മുഖത്ത് നോക്കി അപ്പ എന്ന് വിളിക്കുവാനുള്ള അനുവാദം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 2026 വർഷത്തിന് മുന്നേ കാൽവരിയിൽ ക്രൂശിൽ മുഴങ്ങിയ ഒരു ശബ്ദം, ഇറ്റ് ഈസ് ഫിനിഷ് എന്ന ഒരു ശബ്ദത്തിനകത്ത് ഇന്ന് ഇതിനകത്ത് ഈ ചേറുകളിരിക്കുകയും ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ നിൽക്കുകയും ചെയ്യുന്ന നിങ്ങളോടെല്ലാം പരിശുദ്ധാത്മാവാൻ ദൈവം പറയുന്നു, അതിനകത്ത് ഫിനിഷായത് നിന്റെ മുന്നിൽ കിടന്ന ഒരു നടുച്ചുവരാണ്. അതിനെ കർത്താവ് ഇടിച്ചു കളഞ്ഞു. പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പാ എന്ന് വിളിക്കുവാനുള്ള കഴിവ് നിനക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ഇന്ന് വരെ നീ യാചിച്ച് നടക്കുന്നത് നിനക്ക് യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാം അപ്പന്മാരുണ്ടല്ലേ, അല്ലെങ്കിൽ അപ്പന്മാരുണ്ടായിരുന്നു കാണും കഴിഞ്ഞ നാളിൽ. അവരെയൊക്കെ ഈ ലോക ജീവിതം കഴിഞ്ഞ് പോയവരായിരിക്കാം. എന്തായാലും അപ്പൻ്റെ സ്നേഹം ഒരു പ്രാവശ്യമെങ്കിലും അറിഞ്ഞ വ്യക്തികളായിരിക്കാം. നിങ്ങൾക്കൊക്കെ സ്വന്തമായ ഒരു അപ്പനുണ്ടെങ്കിൽ, നിങ്ങളുടെ അപ്പനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടെങ്കിൽ ആ അപ്പൻ്റെ മുന്നേ നിങ്ങൾ കൂടെ യാചിക്കാൻ നിൽക്കില്ല. ഹല്ലേലൂയ. നിൽക്കുവോ? എന്തുകൊണ്ട് നിൽക്കാത്ത? അതെൻ്റെ അപ്പനാണ്, എൻ്റെ പിതാവാണ്. ആ പിതാവിനുള്ളതെല്ലാം എനിക്കാണ്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ? തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, യേശു നിൻ്റെ പിതാവാണ്. ആ അപ്പനുള്ള ഇതെല്ലാം നിനക്കാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കും. ഹല്ലേലൂയ. ആ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ കരത്തിലാണ്. പക്ഷെ നിങ്ങൾ എങ്ങനെ പ്രാപിക്കും? നിങ്ങൾ ആ കാൽവരി ക്രൂശിലേക്ക് നോക്കണം. നോക്കിയിട്ട് കർത്താവ് കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി നിരപ്പ് പ്രാപിക്കുന്ന ശുശ്രൂഷ, അതായത് പിതാവുമായി നിന്നെ നിരപ്പിച്ച ശുശ്രൂഷ നടന്നു എന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നിനക്ക് നീ ലോകത്തേക്ക് നോക്കി അല്ലെങ്കിൽ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നവനായിട്ടല്ല. ജാതിയന്മാരെന്ന് പറയുന്ന വ്യക്തികൾ കഴിഞ്ഞ നാളിൽ ആ യഹൂദ പ്രമാണമൊക്കെ വായിക്കുകയാണെങ്കിൽ ജാതിയന്മാർക്ക് പിതാവായ ദൈവത്തെ മുഖത്തോട്ട് നോക്കാൻ കഴിയില്ല. അവർ പിന്തിരിഞ്ഞു നിന്ന് ദൈവത്തെ വിളിക്കണം. അതായത് ദൈവസന്നദ്ധിയിൽ ദൈവത്തിൻ്റെ ആലയത്തേക്ക് നോക്കാൻ കഴിയാതെ അതിനെ പിന്തിരിഞ്ഞു നിന്ന് വിളിച്ചു കൊണ്ടിരുന്നിടത്ത് യേശു കർത്താവ് വന്ന്, തൻ്റെ പുത്രനായ ക്രിസ്തു വന്ന് 2026 വർഷത്തിന് മുന്നേ നിരപ്പിൻ്റെ ശുശ്രൂഷ നൽകിയപ്പോൾ അവർക്ക് തിരിഞ്ഞു നിന്ന് പിതാവേ എന്ന് വിളിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പുതിയ നിയമ യഹൂദന്മാരായ നമ്മൾ കർത്താവിനെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള കൃപ കർത്താവ് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ജനമേ,
ഇന്ന് മുതൽ നിൻ്റെ പ്രാർത്ഥനാ ലെവൽ മാറണം. നീ കഴിഞ്ഞ നാളിൽ കരഞ്ഞതും, നീ കഴിഞ്ഞ നാളിൽ വേദനിച്ചതും, നീ കഴിഞ്ഞ നാളിൽ സങ്കടപ്പെട്ടതും ആയ എല്ലാ വിഷയവും മാറ്റിവെച്ച് നിൻ്റെ പ്രാർത്ഥനയുടെ ലെവലുകൾ മാറുമ്പോൾ, നിനക്ക് പിതാവുമായ ആഴത്തിലുള്ളൊരു ബന്ധം മനസ്സിലാവുമ്പോൾ, നിൻ്റെ ജീവിത സാഹചര്യങ്ങളെ കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ആയതുപോലെ തന്നെ എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 18 വരെ വായിക്കുമ്പോൾ, അവൻ നമ്മുടെ സമാധാനം, അവൻ ഏക ആത്മാവിനെ തന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേലും നമ്മുടെ മേലും ഇന്ന് എൻ്റെ മേലും നിങ്ങളുടെ മേലും എല്ലാവരുടെ മേലും ഒരേപോലെ നൽകി. 120 പേർ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. 120 പേരുടെ മേൽ ഒരുപോലെ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് ഇറങ്ങിയതുപോലെ ഇന്ന് നീ ഏത് വ്യക്തിയായാലും എങ്ങനെ ജീവിക്കുന്നവനായാലും യേശുക്രിസ്തുവിൽ മാനസാന്തരപ്പെട്ട് ആരാധിച്ചാൽ, പ്രാർത്ഥിച്ചാൽ നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് മാളിക മുകളിൽ ഇറങ്ങി വന്നതുപോലെ നിൻ്റെ മേൽ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്കറിയാം പരിശുദ്ധാത്മാവുമായുള്ളൊരു ബന്ധം വന്നാൽ നിൻ്റെ ജീവിതം എങ്ങനെ മാറുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് രണ്ടാമത്തെ കാര്യം കർത്താവ് ചെയ്തത്, ഒരു ബന്ധവുമില്ലാത്തവർക്ക് കർത്താവിൻ്റെ ആത്മാവിനെ പകർന്നു. ആ ആത്മാവുള്ള നമ്മളെ ക്രിസ്തുവിൻ്റെ മക്കളെന്ന് കർത്താവ് എണ്ണി. പിതാവിനെ നോക്കി നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പകർന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെയാണ് പകർന്നിരിക്കുന്നത്. ഇനി പേടിച്ച് പേടിച്ച് ജീവിക്കുവാനല്ല, യാചിച്ച് ജീവിക്കുവാനല്ല, നിൻ്റെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം നീ അത് തിരിച്ചറിഞ്ഞ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ നിന്നെ ഇതുവരെ അടിമയാക്കി വെച്ച ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങളും, ഇതുവരെ നിന്നെ ബന്ധിച്ച പ്രതികൂലങ്ങളും, ഇതുവരെ നിന്നെ വ്യാപരിച്ചിരുന്ന ഇരുട്ടിൻ്റെ മേഖലകളും, നിൻ്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, ഭാവിയെ തകർത്ത ഈ ദേശത്തിൻ്റെ അകത്ത് പോരടിക്കുന്ന എല്ലാ പോരാട്ടങ്ങളും അഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയും? കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് അത് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വാസമുള്ളവർ കർത്താവിനെ കരങ്ങളെ അടിച്ച് സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ നീ ആരാധിക്കുമ്പോൾ, നിനക്ക് തിരിച്ചറിവോട് ആരാധിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇന്ന് രാത്രികാലം കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്ന് നിൻ്റെ ജീവിതത്തിനകത്ത് പുതിയതായ ഒരു മാറ്റം ഉണ്ടാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കളക്ടറായി ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. എന്തായിട്ടാണ് ജോലി കിട്ടിയത്? കളക്ടറായിട്ട് ജോലി കിട്ടി. ഈ കളക്ടറായ ജോലിക്കാരൻ അവിടെ ചെന്നിരുന്ന് ബാക്കിയുള്ളവർ യാചിച്ചാൽ എങ്ങനെ ഇരിക്കും? അവൻ ഓഫീസിലുള്ള സ്ലീപ്പറോട് അല്ലെങ്കിൽ പിയൂണിനോട്, അണ്ണാ എനിക്കൊരു ചായ വാങ്ങിച്ച് തരുമോ എന്ന് പറയൂ, അതാ ഒരു ബെല്ല് കൊടുത്തിട്ട് ഒരു ചായ വേണമെന്ന് പറയൂ. ഹല്ലേലൂയ. നിങ്ങളാരും ഇല്ലേ? ചായ വേണമെന്ന് പറയണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ബെല്ല് കൊടുക്കുമ്പോൾ, കളക്ടർ ബെല്ല് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവൻ വന്ന് റെസ്പെക്റ്റോടെ നിൽക്കും. ചായ എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ മുന്നേ ഉടനെ ചായ വരും. ഫയൽ എന്ന് പറഞ്ഞാൽ ഫയൽ വരും. നമ്മളൊക്കെ പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധമുള്ളവർക്ക് അറിയാം. ഇപ്പോഴത്തെ SI-മാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ കുറഞ്ഞവരാണ്. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എന്നോട് പഠിച്ച സുഹൃത്തുക്കളുണ്ട്. അവർ ടെസ്റ്റ് എഴുതി ഡിഗ്രി എഴുതി SI ആയി അവരെ കൊണ്ട് അവർ അവിടെ ജോലിക്ക് പോകുമ്പോൾ പോലീസായി മൂത്ത് ഏട്ടായി അങ്ങനെ വന്ന നല്ല പ്രായമുള്ള വ്യക്തികൾ കാണും. അവിടെ ചെന്നിട്ട് അങ്കിളെ മാമ എന്നല്ല വിളിക്കുന്നത്, അവരെ പേര് വിളിക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാമോ? അവൻ്റെ മേൽ കിടക്കുന്ന അറസ്റ്റിൻ്റെയും അധികാരത്തിൻ്റെയും പവറാണ്. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളാണ്. നമ്മുടെ മേൽ ദൈവശക്തി കൊണ്ട് ഒരു അധികാരമുണ്ട്. ഹല്ലേലൂയ. ഇത് ആരോടൊക്കെ ഞാൻ പറയുന്നത് എനിക്കറിയില്ല. ഒരാൾക്ക് തിരിച്ചറിവുണ്ടായാൽ, ഹല്ലേലൂയ, ഇതുവരെ നിൻ്റെ മുന്നേ തല ഉയർത്തിയ പ്രശ്നങ്ങൾ നിൻ്റെ കാൽ കീഴിലാണെന്ന് എനിക്ക് മനസ്സിലാവും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടേണ്ടത് നീയാണെന്ന് മനസ്സിലാക്കും. ഹല്ലേലൂയ. നിൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നു,
എൻ്റെ കർത്താവ് 2026 വർഷത്തിന് മുന്നേ മരിച്ചത് ആ വെളിപ്പാടിൽ നീ ജീവിക്കുവാൻ വേണ്ടിയാണ്. വീണ്ടും വീണ്ടും യാചിച്ച് ജീവിക്കുവാനല്ല, വീണ്ടും വീണ്ടും കരയുവാൻ വേണ്ടിയല്ല, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതേപോലെ കർത്താവ് ക്രൂശിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ നിത്യജീവൻ. ഹല്ലേലൂയ. പിതാവായ ദൈവം ആദാമെന്ന് പറയുന്ന മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് മരണമില്ലായിരുന്നു. അവനൊരു ജീവൻ കൊടുത്തു. പിതാവ് മനുഷ്യൻ്റെ മുഖത്ത്, അല്ലെങ്കിൽ മനുഷ്യനെ ഉണ്ടാക്കി തൻ്റെ മുഖത്ത് ജീവശ്വാസമൂതി എന്ന തിരുവചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു മരണമില്ലായിരുന്നു. ആ മരണത്തിന് പകരമായി താൻ ചെയ്ത പാപം നിമിത്തം, കർത്താവിൻ്റെ കൽപ്പന തെറ്റിക്കുന്നതാണ് പാപം, ആ കൽപ്പന തെറ്റിച്ച് പാപം നിമിത്തം തൻ്റെ ജീവിതം മരണമെന്ന് പറയുന്ന ഈ ലോക ജീവിതത്തെ എൻഡിലേക്ക് പോയപ്പോൾ, ആ എൻഡിലേക്ക് പോയി കർത്താവിന് പിതാവായ ദൈവത്തിന് കൃത്യമായും അറിയാമായിരുന്നു താൻ കൊടുത്ത ജീവൻ എന്തില്ല, മരണമില്ല. തൻ്റെ മനുഷ്യൻ ഇത്ര വയസ്സ് കഴിയുമ്പോൾ ഈ ലോകം വിട്ടു പോയാലും, ഇതിനകത്ത് കേൾക്കുന്ന നിങ്ങളെല്ലാം, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഇത്ര വയസ്സ് വരെ ഈ ലോകത്ത് ജീവിക്കുമെന്ന് കർത്താവ് വിധിച്ചിട്ടുള്ള ദിവസം അത്രയും ജീവിക്കും. അത് കഴിഞ്ഞ് 1 സെക്കൻഡോ 1 മിനിറ്റോ ഒരു പോയിന്റിലോ നിൽക്കാതെ നമ്മൾ ഈ ലോകം വിട്ട് മാറ്റപ്പെടും. നമ്മുടെ ബോഡി ഇവിടെ അവശേഷിക്കും. ഹല്ലേലൂയ. അതുവരെ ബിജു പാസ്റ്റർ എന്ന് വിളിച്ച ആൾക്കാർ എന്ത് പറയും? ആളെ ബോഡി അവിടെ കിടക്കുന്നു എന്ന് പറയും. ഹല്ലേലൂയ. ബന്ധുക്കളൊക്കെ വന്ന് കരയുമായിരിക്കാം. എല്ലാവരും ചെയ്തതിന് ശേഷം അവരും കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു പരിധി കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അവർക്കും ഇതൊരു വേസ്റ്റാണ്, അവർ ഇതിനെ കൊണ്ട് കുഴിച്ചിടുകയോ കത്തിച്ച് കളയുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, കൊണ്ട് മെഷീനിൽ വെച്ചിട്ട് സ്വിച്ച് ഇടുകയോ ചെയ്യും. ഹല്ലേലൂയ. ഒരു നിമിഷം കൊണ്ട് കരിഞ്ഞ് ചാമ്പലായിട്ട് തീരുന്ന ടെക്നോളജി വരെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അതിനകത്ത് പോകുമ്പോഴും ഞാൻ ഈ ലോകം വിട്ടെടുക്കുമ്പോൾ എൻ്റെ ജീവൻ അന്നും നിലനിൽക്കുന്നുണ്ട്. ആ ജീവനെ നിത്യജീവനിലേക്ക് വിടണമോ നിത്യമരണത്തിലേക്ക് പോകണമോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ മേൽ കിടക്കുന്ന ജീവൻ നിത്യജീവനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. സ്വീകരിക്കുക മാത്രമല്ല, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതമെല്ലാം കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത് ആ ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം പരിശുദ്ധാത്മാവാം ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിക്കണം. ഇനി അല്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ, കർത്താവിനെ അറിയാതെ ഞാൻ ജീവിച്ച കഴിഞ്ഞ ഒരു 15-16 കൊല്ലത്തിന് മുന്നേ ജീവിച്ചതുപോലെ ജീവിച്ച് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങ് മരിച്ചു പോകാമായിരുന്നു. പക്ഷെ എൻ്റെ ജീവൻ നിത്യതയിലേക്ക് പോകില്ല, നിത്യദണ്ഡനത്തിലേക്കും നിത്യമരണത്തിലേക്കും പോകും. ഹല്ലേലൂയ. നിത്യജീവനിലേക്ക് പോകണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അതായത് മോശ നയിച്ചു കൊണ്ടുവന്ന ജനത്തെ പാമ്പ് കൊത്തിയ സമയത്ത് പിതാവായ ദൈവം പറഞ്ഞു ഒരു സർപ്പത്തെ ഉണ്ടാക്കി ഒരു മരക്കൊമ്പിൽ തൂക്കിയിടാൻ പറഞ്ഞു. അതിന് പകരമായിട്ട് നടന്നു എന്ന് പറയുന്നതാണ് കർത്താവിൻ്റെ ക്രൂശുമരണം, അല്ലെങ്കിൽ ആ ഒരു നിഴലായി ക്രൂശുമരണത്തിന് പറഞ്ഞിരിക്കുന്നു. ആ പൊരുളിലേക്ക് നോക്കിയാൽ മരണം കൈവരിച്ച വ്യക്തികൾ ജീവിക്കും. അതായത് പാമ്പ് കൊത്തിയ സമയത്ത് ആ സർപ്പത്തേക്ക് നോക്കിയാൽ, പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ എന്ത് ചെയ്യും? അവൻ ജീവിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു മരക്കുരിശിൽ നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചിരിക്കുന്നു. ആ ക്രൂശിച്ച കർത്താവിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ നിമിഷം പറഞ്ഞു കർത്താവ് ഫിനിഷാക്കി നോക്കുവാൻ ആ ക്രൂശിലേക്ക് നോക്കണം. ആ ക്രൂശിലേക്ക് നോക്കുകയാണെങ്കിൽ നിനക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെ 15-ാം വാക്യം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. 16, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് നിത്യജീവൻ തരാനാണ് പ്രിയമുള്ളവരെ 2026 വർഷത്തിന് മുന്നേ കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത്. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, നിനക്ക് കർത്താവിൻ്റെ മരണത്തോടെ നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു. നീ ഇന്നറിയുന്ന ഈ സത്യത്തിൽ ജീവിച്ചാൽ നിനക്കും എനിക്കും നിത്യരാജ്യത്തിൽ വെച്ച് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഒരു ലാബിൽ ജീവിച്ചാൽ കിട്ടില്ല, ഒരു സഭയുടെ മെമ്പറായിട്ട് ജീവിച്ചാൽ കിട്ടൂല, അത് വലിയ റെവല്യൂഷൻ ചർച്ചിനകത്ത് വന്നാലും കിട്ടൂല. പക്ഷെ നിനക്ക് കിട്ടും. എവിടെയെന്നറിയാമോ? കർത്താവിൻ്റെ കാൽവരി ക്രൂശ് നോക്കി, കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി, കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നിന്റെ രഹസ്യ പരസ്യ ജീവിതത്തെ വിടുവിച്ച് നീ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ
കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് പോലെ ജീവിച്ചാൽ എന്ത് ചെയ്യും? നിത്യജീവൻ നിൻ്റെ കൂടെ കാണും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എൻ്റെ കുടുംബം അല്ലെങ്കിൽ ചാർച്ചക്കാർ, ബന്ധുക്കൾ എൻ്റെ കുഴിമാടം വരെ വരും. അത് കഴിഞ്ഞിട്ട് അവർക്ക് വരാൻ കഴിയുകയില്ല. പക്ഷെ അതിന് ശേഷം എൻ്റെ ജീവിതത്തെ എൻ്റെ കർത്താവ് കരുതിക്കൊള്ളും. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് കർത്താവിൻ്റെ വരവ് വരുമ്പോൾ ഞാൻ നിത്യത്തിൽ എടുക്കുമെന്ന് ചോദിച്ചാൽ പലരും കരം ഉയർത്തില്ല. ഹല്ലേലൂയ. ഞാൻ 2 കരം ഉയർത്തും. എന്തെന്നറിയാമോ? എൻ്റെ ജീവിതത്തിനകത്ത് ഈ ലോകത്ത് എന്ത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഈ ലോകത്ത് വെച്ച് എനിക്ക് എന്ത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ മുഖം, എനിക്ക് മുഖാമുഖം കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കും തരട്ടെ. നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങളുടെ നോട്ടം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് ആയിരിക്കണം. കാൽവരി ക്രൂശിലേക്ക് നിങ്ങൾ നോക്കണം. കാൽവരി ക്രൂശിലേക്ക് നിങ്ങൾ നോക്കണം. കാൽവരി ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, കാൽവരി ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്തതെല്ലാം കാണുവാനും അതേപോലെ നിങ്ങൾക്ക് നിത്യജീവൻ കർത്താവ് നൽകിയതും കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആയതുപോലെ തന്നെ കർത്താവ് തന്ന മറ്റൊരു കാര്യമാണ് 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. 1 പത്രോസ് എഴുതിയ ലേഖനം, പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 24-ാം വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇതിനകത്ത് നിന്നായിരിക്കുന്ന ആരെങ്കിലും രോഗിയാണെന്ന് പറയാൻ കഴിയുമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിക്കുന്ന സമയത്തും ഈ സംസാരിക്കുന്ന സമയത്തും കർത്താവ് നിങ്ങളെ തൊടും. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവർ ആരും മൗനമായി മടങ്ങിപ്പോകരുത്. ഇന്ന് പ്രാർത്ഥിച്ച് അത് മാറിയിട്ട് വേണം പോകാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിടുതൽ വേണം? എത്ര പേർക്ക് സൗഖ്യം വേണം? സൗഖ്യം വേണമെന്നുള്ളവർക്ക് കർത്താവ് സൗജന്യമായി സൗഖ്യം നൽകിയിട്ടുണ്ട്. കർത്താവ് കാൽവരി ക്രൂശിൽ പോകുന്നതിന് മുന്നേ തൻ്റെ അടിപ്പിണരുകളാൽ, തൻ്റെ ജീവിതത്തിനകത്ത് തൻ്റെ ശരീരത്തിൽ കൊണ്ട അടിപ്പിണരുകളാൽ താൻ നമുക്ക് വഹിച്ച ആ പാവമോചനവും താൻ നമുക്ക് വഹിച്ച തൻ്റെ അടിപ്പിണരുകൾ നമുക്ക് തന്ന സൗഖ്യത്തെയും നമ്മുടെ ശരീരം കൊണ്ട് അനുഭവിക്കുവാൻ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് അനുഭവിക്കുവാൻ തിരുമുഖത്തേക്ക് നോക്കണം. കാൽവരി ക്രൂശിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഈ സമയത്ത് ജസ്റ്റ് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ രോഗികളായിരിക്കുന്നുവെങ്കിൽ രോഗമുള്ള സ്ഥലത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ചാട്ടെ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. കർത്താവേ, അങ്ങ് പറഞ്ഞ വചനപ്രകാരം ഞങ്ങൾ ആ കാൽവരി ക്രൂശിലേക്ക് നോക്കുന്നു. കർത്താവേ, അങ്ങ് കൊണ്ടാടി, അങ്ങ് കൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ വന്ന അടിപ്പിണരുകൾ, അങ്ങ് നാഥ മുറിവേറ്റത്, അങ്ങയുടെ ശരീരം നാഥ ഒരു മാംസഗോലം പോലെ ആയത്, ഒരു വ്യക്തിക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം നാഥ കർത്താവെ അങ്ങേ നാഥ തകർത്തത്, എൻ്റെയും നാഥ ഇതിനകത്തായിരിക്കുന്ന രോഗികളായിരിക്കുന്നവരുടെ രോഗം മാറ്റാനാണ് തിരുവചനം പഠിപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്നു. ഈ സമയത്ത് ഞങ്ങൾ അതിനെ പ്രസ്താവിക്കുന്നു. ഈ സമയത്ത് ഇതിനകത്തായിരിക്കുന്നവരുടെ രോഗങ്ങൾ മാറട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ഇതിനകത്തായിരിക്കുന്ന ക്യാൻസർ പേഷ്യൻറ്റുകൾ സൗഖ്യമാകട്ടെ, ഇതിനകത്തായിരിക്കുന്ന ഷുഗർ പേഷ്യൻറ്റുകൾ സൗഖ്യമാകട്ടെ, ഇതിനകത്തായിരിക്കുന്ന BP പേഷ്യൻറ്റുകൾ സൗഖ്യമാവട്ടെ, ഇതിനകത്തായിരിക്കുന്നവരുടെ നദം എല്ലാവിധ രോഗങ്ങളും, ഹാർട്ട് പ്രോബ്ലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടെ. തൈറോയിഡുകളുടെ മേൽ ദൈവശക്തി വെളിപ്പെടട്ടെ. ഇതിനകത്തായിരിക്കുന്നവരുടെ എന്തൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാവാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടെന്നാണ്, അങ്ങയുടെ കരം ചലിച്ചെന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗസൗഖ്യം നമ്മുടെ അവകാശം. നിങ്ങളുടെയും എൻ്റെയും അവകാശമാണ് രോഗസൗഖ്യം. ഹല്ലേലൂയ. ഒരു 4-5-7 വർഷം മുന്നേ എൻ്റെ സഭയിലൊക്കെ വരുന്ന, എൻ്റെ കൂട്ടായ്മയിൽ വരുന്നവർക്കറിയാം, ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ പോയവർക്കറിയാം, ഞാൻ സാധാരണ കർച്ചയും ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിച്ച് സാധാരണ എല്ലാവരും മുഖമാണ് തുടയ്ക്കുന്നത്. ഞാനിതെന്ത് ചെയ്യുന്നറിയാം, ഇങ്ങനെ തുറന്നെടുത്ത് വെച്ചിട്ട് സംസാരിച്ച് ചെവി തുടയ്ക്കും. 2 ചെവിയും മാറി മാറി തുടയ്ക്കും. ഹല്ലേലൂയ. കാരണം എൻ്റെ 2 ചെവിയും പഴുത്തൊലിച്ചുകൊണ്ടിരുന്ന ആളാണ്. ചെറിയ രീതിയിലുള്ള പഴുപ്പൊന്നുമല്ല, നല്ല രീതിയിൽ സ്മെല്ലോടുകൂടി
പഴുത്ത് ഒലിച്ച് എൻ്റെ ഈ ഷോൾഡറിൽ വീഴും. അത് തുടച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും വീഴും. ഞാൻ ബൈക്കിലോ എൻ്റെ ജോലി സ്ഥലത്തോ എവിടെയായിരുന്നാലും പഞ്ഞി ചെവിയുടെ അകത്ത് വയ്ക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കേൾവി കുറവുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ച എൻ്റെ ജീവിതത്തിനകത്തേക്ക് ഒരു 5-6 വർഷം മുന്നേ 5 വർഷം മുന്നേ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. 4-5 വർഷമായി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. BP റൈസായി ആക്സിഡൻ്റ് ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് മെഡിക്കൽ കോളേജിൽ ഏകദേശം 2-3 ആഴ്ച അഡ്മിറ്റ് ആവേണ്ടി വന്നു. ആ അഡ്മിറ്റ് ആയ സമയത്ത് അവർ ഇങ്ങനെ എനിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടോ എന്നറിയാൻ വേണ്ടി എല്ലാം ചെക്ക് ചെയ്ത സമയത്ത് ENTയും ചെക്ക് ചെയ്തു. ഞാൻ ഒരുപാട് പ്രാവശ്യം ENT അടുത്ത് പോയിട്ടുണ്ട്, അതുകൊണ്ട് അറിയാം. അവരൊക്കെ പറഞ്ഞത് ചെവിയുടെ അകത്തൊരു വലിയ ഹോളുണ്ട്. വലത്തെ സൈഡിലുള്ള ചെവി വലിയ ഹോളാണ്, അത് അടയ്ക്കുവാൻ പറ്റില്ല. ഇടത്തെ സൈഡിലുള്ളത് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ മാറും, അല്ലെങ്കിൽ ഈ പഴുപ്പ് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അപ്പോൾ ചിരിച്ചു, ആ ഡോക്ടറിൻ്റെ മുന്നിലും ചിരിച്ചപ്പോൾ ആ ഡോക്ടർ പറയാണ്, നിങ്ങൾക്കതിൻ്റെ ആഴം മനസ്സിലാവാത്തത് കൊണ്ടാണ്. എന്തോ മനസ്സിലാവാത്തതുകൊണ്ട്? ആഴം മനസ്സിലാവുന്നത്. ഞാൻ അപ്പോഴും മനസ്സിൽ വിചാരിച്ചു, എൻ്റെ കർത്താവിൻ്റെ കയ്യിലും കാലിലും കൊണ്ടായ മുറിവിൻ്റെ ആഴം മനസ്സിലാക്കിയ ആളാണ് ഞാനല്ലേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ അടിപ്പിണരുകളെ സൗഖ്യമാകാൻ പറ്റാത്ത ഒരു കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. എനിക്ക് കുഞ്ഞുങ്ങൾ കിട്ടൂലെന്ന് പറഞ്ഞതാണ്. എനിക്കിന്നൊരു മോനുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് കേൾക്കുന്ന ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടില്ലെങ്കിൽ കർത്താവിന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ആ ചെവിയുടെ പഴുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വന്നു. എന്നോട് കർത്താവ് പറയുന്ന സമയത്തൊക്കെ ഞാൻ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. 1-2 ദിവസം കുറഞ്ഞു നിൽക്കും, അടുത്ത് പിന്നീട് വരും. ഇങ്ങനെയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് അതിനങ്ങ് വിട്ടു. പിന്നീട് ഇത് വന്നിട്ടില്ല. ഞാൻ ഇതിന് ശേഷം ഒരുപാട് ദിവസം കർച്ചീപ്പ് വെച്ചും ചെവി തോണ്ടുന്ന ആ സംഭവമൊക്കെ ഇട്ട് കിണ്ടിയൊക്കെ നോക്കി വല്ല ഉണ്ടോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തൊട്ട പൂർണ്ണ സൗഖ്യമാണ്. നീ ഇന്ന് കൊണ്ടുവന്ന രോഗവും കൊണ്ട് പോകണമെന്നുള്ളവർക്ക് മിണ്ടാതെ അവിടെ ഇരിക്കാം. കർത്താവിൽ നിന്നൊന്നും വാങ്ങണ്ട. നീ വന്നതും നീ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതും തിരിച്ചതേപോലെ കൊണ്ടുപോകാം. 12 വർഷം രക്തസ്രവയായ ഒരു സ്ത്രീ കർത്താവിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് വന്നു. അന്ന് കർത്താവ് ക്രൂശുമരണം വഹിച്ചിട്ടില്ല. പക്ഷെ കർത്താവിൽ നിന്ന് സൗഖ്യമാക്കുന്നവൻ്റെ ശക്തി വെളിപ്പെട്ടുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രികാലവും ഇതിനകത്തൊരു മിറാക്കുലസ് നടക്കണമെങ്കിൽ നീ പൂർണ്ണമായും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യഥാർത്ഥമായി ആദ്യമായി കർത്താവിനെ അറിഞ്ഞത് എൻ്റെ കഴുത്തിൽ 6 മുഴ വന്നിട്ടാണ്. ഒരു മുഴ മാറി, അടുത്ത മുഴ, ഇങ്ങനെ 6 മുഴ വന്ന് എനിക്ക് എനിക്ക് പറ്റില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നതും എനിക്ക് കഴിക്കാൻ പറ്റുന്നതുമായ എല്ലാ നേർച്ച കാഴ്ചകളും കഴിച്ചിട്ടും ദൈവമില്ല എന്ന് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞതല്ലാതെ എനിക്ക് വേണ്ടി ഒരു വിടുതൽ നൽകുവാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ ഒരു കൂട്ടായ്മയുടെ മധ്യത്തിൽ എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോവുകയും അവിടെ വെച്ച് എൻ്റെ കർത്താവിൻ്റെ വലങ്കരം പിടിച്ച് ആ നിമിഷം എന്നെ സൗഖ്യമാക്കുകയും ചെയ്ത കർത്താവിനെയാണ് ഞാൻ കണ്ടത്. ഹല്ലേലൂയ. നിൻ്റെ രോഗം എത്ര ഭയങ്കരമായാലും എത്ര പ്രതികൂലമായാലും നീ വൈദ്യന്മാരായാലും ഏറെ കഷ്ടപ്പെട്ട വ്യക്തിയായാലും എൻ്റെ പ്രിയ സഹോദര സഹോദരി, നീ രോഗിയായിരിക്കുവാനല്ല എൻ്റെ കർത്താവ് അടിപ്പിണരുകളായി സൗഖ്യം നൽകിയത്. അവൻ കൊണ്ട ഓരോ അടിയും നിനക്ക് വേണ്ടിയുള്ള സൗഖ്യമായിരുന്നു. നിൻ്റെ ജീവിതത്തിനകത്ത് എന്ത് രോഗമായാലും എന്ത് പ്രശ്നമായാലും ഇന്ന് രാത്രികാലം ഇത് തിരിച്ചറിഞ്ഞ് നീ അതിനെ കുടഞ്ഞു കളയണം. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നീ ഒരു സാക്ഷിയായി തീരണം. നിൻ്റെ ജീവിതത്തിനകത്ത് ഒരു ചെറിയ കാര്യം നടന്നിട്ടുണ്ടെങ്കിലും അത് സാക്ഷീകരിക്കണം. മറ്റുള്ളവർ കേൾക്കെ എന്ത് ചെയ്യണം? വിളിച്ച് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ നാട്ടിൻപുറവും നമ്മുടെ സഭയിലൊക്കെ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ആരും പറയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഒരാളോട് ഒരു സാക്ഷി പറയുമ്പോൾ മറ്റൊരാൾക്ക് അതൊരു വിടുതലായി മാറി. ആ വിടുതൽ ദൈവത്തിൻ്റെ മഹത്വത്തിനായി തീരും. അപ്പോൾ നമ്മുടെ മേൽ കിടക്കുന്ന രോഗത്തിന് കർത്താവ് എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ പൂർണ്ണമായി മാറ്റി. അങ്ങനെ രോഗമായിരിക്കുന്ന തലയെ കൈവച്ച് വേറ എൻ്റെ ഈ രോഗം കർത്താവ് പൂർണ്ണമായും സൗഖ്യമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് പറയാൻ മാത്രമല്ല ചെയ്യേണ്ടത്, വിശ്വസിക്കണം. ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കാനാണ് പാട്. എന്തുകൊണ്ടാണ്? ആ രോഗത്തിൻ്റെ ആഴം എനിക്കല്ലേ പാസ്റ്ററെ അറിയാവൂ. ആ ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയാവൂ. പാസ്റ്ററിന് പലതും പറയാം. മൈക്ക് കിട്ടിയല്ലോ, എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നിന്ന് പറയാം.
ഹല്ലേലൂയ. അങ്ങനെയല്ല കേട്ടോ, പാസ്റ്റർ ഇതെല്ലാം അനുഭവിച്ച് വന്ന ആളാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്ത് കഷ്ടമുണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും, എന്ത് രോഗമുണ്ടെങ്കിലും നിങ്ങൾ തലയെ കൈവച്ചിട്ട് പറയണം, യേശു എന്നെ സൗഖ്യമാക്കി. നിങ്ങളൊരു 10, 20, 50 പ്രാവശ്യം പറഞ്ഞു നോക്കണം. ആദ്യം ഒന്ന് സൗഖ്യം വെളിപ്പെടുവില്ലെന്നേ. കർത്താവ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചെന്ന് പുരോഹിതനെ കാണിക്കാൻ. അവർ നടന്നു പോയപ്പോൾ സൗഖ്യം വന്നെങ്കിൽ. നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താണ്, കർത്താവ് തൊട്ട സ്പോട്ട് ഡെലിവറൻസ് നടന്നിട്ട് നമ്മൾ പോകുന്നതാണ്. പക്ഷെ കുഷ്ഠരോഗികൾ നടന്നു പോയപ്പോഴാണ് സൗഖ്യമായത്. നിന്റെ അനുസരണ, നിന്റെ വിശ്വാസം, നീ കർത്താവ് ചെയ്തു എന്നുള്ള ആ വിശ്വാസം നിന്റെ മുന്നിൽ ദൃഢമായി ഉറയ്ക്കുമ്പോൾ നിന്റെ മേൽ നിൽക്കുന്ന രോഗാത്മാവിന് നിന്റെ മേൽ നിൽക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ ആ ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്, ഉറപ്പായും അത് നീ പറയണം. നീ പറയുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് 4 കാര്യങ്ങൾ കേട്ടു അല്ലേ? ഒന്ന്, പിതാവായ ദൈവത്തോട് നമ്മെ നിരപ്പ് പ്രാപിച്ചു. 2, ഏക ആത്മാവിനെ തന്നു. 3, നിത്യജീവൻ നമുക്ക് അവകാശമാക്കി. 4, രോഗസൗഖ്യം നമ്മുടെ അവകാശമാക്കി കർത്താവ് മാറ്റി. അതേപോലെ 5-ാമത്തെ കാര്യം, ശാപത്തിൽ നിന്നുള്ള മോചനം. ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളിൽ ഒരു ശാപമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം ശപിക്കപ്പെട്ടതെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അതിന് ഏക പരിഹാരം മരക്കുരിശിൽ തൂങ്ങിയ കർത്താവ് മാത്രമാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം പറയുന്നു, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിലുള്ള വലിയൊരു ശാപമാണ്. 1-ാമത്തെ വ്യക്തി ചെയ്താൽ അവൻ്റെ 4 തലമുറ എന്ത് ചെയ്യും? ശപിക്കപ്പെട്ടിരിക്കും. ദൈവത്തെ ആരാധിക്കേണ്ടവൻ ദൈവത്തിനെ ആരാധിക്കാത്തതിന് പകരം മറ്റൊരു രീതിയിൽ ആരാധിച്ചാൽ, മറ്റൊരു രീതിയിൽ നടന്നാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ചില്ലെങ്കിൽ അവൻ്റെ 4 തലമുറ നശിക്കുമെന്ന്, ശാപത്തിലൂടെ നശിക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു, ന്യായപ്രമാണ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു. ആ ശാപം ഇന്നും ദേശത്തെ വാഴുന്നുണ്ട്. ചില ദേശങ്ങളുടെ മേൽ ആ ശാപമുണ്ട്, ചില വ്യക്തികളുടെ മേൽ ആ ശാപമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും ശാപമുണ്ടെന്ന്? നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ചില വ്യക്തികളുടെ ജീവിതത്തിനകത്ത് കുഞ്ഞുങ്ങൾ ലഭിക്കില്ല. അവരുടെ തലമുറകൾക്കും അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്കും ഇതേ അവസ്ഥ വരുന്നുണ്ടെങ്കിൽ, ചില ഭവനങ്ങളിൽ ആക്സിഡൻറ്റുകളായിരിക്കും, ഒന്ന് മാറി ആക്സിഡൻറ്റുകൾ വരുന്നുണ്ടെങ്കിൽ, ചില ഭവനങ്ങൾ അഡിക്ഷനിലായിരിക്കും, മദ്യപാനത്തിലും മറ്റുള്ള വ്യഭിചാരത്തിലുമുള്ള അഡിക്ഷനിൽ കിടക്കുന്നുണ്ടെങ്കിൽ, നീ വിശ്വസിക്കുക, നിന്നെ പിന്തുടരുന്നൊരു ശാപം നിൻ്റെ കുടുംബത്തിനകത്ത് ഉണ്ട്. അത് മാറുവാൻ ഏക വഴി കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. മരക്കുരിശിൽ തൂങ്ങിയവൻ എല്ലാം ശപിക്കപ്പെട്ടവെന്ന് എഴുതിയിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവ് 2026 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ മരിച്ചു. നമുക്ക് വേണ്ടി നമ്മുടെ ശാപങ്ങളെ അവൻ മാറ്റി. നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ശാപങ്ങളുടെയും പരിഹാരം ദ എൻഡ് അല്ലെങ്കിൽ ആ ഫിനിഷ് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ കർത്താവ് അതിനകത്ത് മാറ്റിയതാണ്. പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് മാറ്റിയ ശാപവും കൊണ്ട് ഇനി നീ നടക്കരുത്. നിൻ്റെ കുടുംബത്തിനകത്ത് ശാപമുണ്ടെങ്കിൽ നീ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കണം. ആ നോക്കുന്ന സമയത്ത് തന്നെ കർത്താവിൻ്റെ കരം നിന്നോടൊപ്പം ചലിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ നിർത്തുവാനായി പോവുകയാണ്. കാരണം ഇനിയും 4 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ 4 കാര്യങ്ങളകത്ത് മറ്റൊരു വിഷയമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പ്രാപിക്കണമെന്ന് നമ്മൾ നാളെ കേൾക്കുവാൻ പോവുകയാണ്. നിങ്ങൾ ആരും ഇന്ന് ആയിരുന്നത് പോലെ ആയിരിക്കരുത്. എല്ലാവരും വരിക, ഏറ്റവും ഫ്രണ്ടിലോട്ട് വന്നിരിക്കുക, നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് വലുത് നാളെ ചെയ്യും. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യൂലേ? ഇന്ന് ചെയ്തിട്ടേ കർത്താവ് വിടുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ അടുക്കലേക്ക് കർത്താവ് വന്നാലും, കർത്താവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ പോയാലും, കർത്താവ് തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താതെ ഒരാളെയും വിട്ട ചരിത്രം തിരുവചനത്തുമില്ല, ഈ കാലയളവിലും ഇല്ല. കാരണം അവൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ എത്ര പേർക്കുണ്ട്? ഈ മനസ്സിലായവർ ഈ വെളിപ്പാടിൽ ജീവിക്കണം. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഭവനത്തിലേക്ക് പോകുമ്പോൾ പഴയ വെളിപ്പാടിലോട്ട് കയറരുത്. നിങ്ങളെ പഠിപ്പിച്ചത് മാത്രമല്ല, നിങ്ങളോട് സംസാരിച്ച മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവനെ,
എല്ലാ നാമവും എല്ലാ നാമവും മുഴങ്കാൽ മടക്കുമെന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ദേശത്തിനകത്ത് അങ്ങയുടെ നാമം ഉയർത്തുന്ന സമയത്ത് തന്നെ എല്ലാ അഡിഷൻ്റെ സ്പിരിറ്റുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇതിനകത്തായിരിക്കുന്നവർ വ്യക്തികളുടെ കുടുംബത്തിനകത്ത് വ്യക്തിപരമായ ജീവിതത്തിന് അഡിഷനുകളുണ്ടെങ്കിൽ, മദ്യപാനമോ ലോകപരമായ ജീവിതങ്ങളോ എന്തെങ്കിലുമുള്ള അഡിഷനുകളുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ചില ഭവനങ്ങളകത്തേക്ക് ഇന്ന് ഈ രാത്രികാലം അങ്ങ് ദൈവ സാന്നിധ്യം അയക്കുവാൻ പോകുന്നു. നിങ്ങളുടെ സങ്കടങ്ങളെ സന്തോഷമാക്കുവാൻ കർത്താവ് ദേശത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ദേശത്തിനകത്ത് വ്യാപാരം ചെയ്യുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ധരിക്കുന്ന ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങളെയും സ്വാധീനങ്ങളെയും സ്വർഗത്തിലും ഭൂമിയിലും സർവ്വാധികാരമുള്ള ക്രിസ്തു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിനെ ബന്ധിക്കുന്നു, അതിനെ പൂർണ്ണമായും ശാസിക്കുന്നു. ഹൃദയപരമായ വേദനകൾ, അസ്വസ്ഥതകളിട്ട് ദേശത്തിനകത്തുള്ള വ്യക്തികളെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഈ ദേശത്തിനകത്ത് മദ്യപാനം പോലെ തന്നെ, അഡിഷൻ പോലെ തന്നെ അടുത്ത നെക്സ്റ്റ് ലെവൽ വ്യാപരിക്കുന്നതാണ് ഹൃദയ സംബന്ധമായ രോഗം. ആ രോഗങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളും ഇപ്പോൾ അഴിയപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിത്യരോഗിയാക്കുമെന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ വെല്ലുവിളികളും എല്ലാ വ്യക്തികളെയും വിട്ട്, കുടുംബങ്ങളെ വിട്ട്, ഈ ദേശത്തെ വിട്ട് എന്നേക്കുമായി അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുന്നു. BP പ്രോബ്ലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലാവട്ടെ. ശാരീരിക ക്ഷീണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നോർമലാവട്ടെ. ഭയത്തിൻ്റെ ദുരാത്മ സാന്നിധ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കർത്താവെ, അങ്ങ് വലുത് ചെയ്തിരിക്കുന്ന നന്ദി കർത്താവെ. ഇന്ന് അത് പ്രാർത്ഥിച്ച് പാടി ആരംഭിച്ചത് മുതൽ ഇതുവരെ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെട്ടത് പ്രത്യേകാൽ നാഥ, ഇതിനകത്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈത്താങ്ങിയ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും അങ്ങ് തിരികരങ്ങ് തരുന്നു കർത്താവെ. ഇതിനകത്ത് ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്തവർ, സാമ്പത്തികമായി സഹായം ചെയ്തവർ കർത്താവെ, ഇതിനകത്ത് അടിയനോടൊപ്പം ഇന്നായിരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ദൂരത്തു നിന്നും ചാരത്തു നിന്ന് ഇതിനകത്ത് കടന്നു വന്ന എല്ലാ വ്യക്തികളെയും അങ്ങ് തിരികരങ്ങ് തരുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ, നാളെ അങ്ങ് വലുത് ചെയ്യുവാൻ പോകുന്ന നന്ദി കർത്താവെ. ഇന്ന് കേട്ടതും നാളെ കേൾക്കുവാൻ പോകുന്നതിൻ്റെ എല്ലാ റിസൾട്ടോടെ കൊള്ള പങ്കിട്ടതുപോലെ അപ്പം ഇതിനകത്ത് ഒരു കൂട്ടം ജനം എഴുന്നേൽക്കുവാൻ പോകുന്ന നന്ദി. ദൈവത്തിൻ്റെ അസാധാരണമായ കരം, മഹത്വം ഞങ്ങൾ കണ്ടുവെന്ന് പറയുന്ന സാക്ഷീകരിക്കുന്ന വ്യക്തികൾ എഴുന്നേൽക്കുവാൻ പോകുന്ന നന്ദി കർത്താവെ. കർത്താവിൻ്റെ വലിയ കരം ഇതിനകത്ത് ചലിക്കട്ടെ. പ്രത്യേകിച്ച് ശബ്ദവും വെളിച്ചവും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത പ്രിയ സഹോദരനെയും കുടുംബത്തെ അങ്ങ് തിരികരങ്ങൾ തരുന്നു കർത്താവെ. ഞങ്ങളുടെ വർഷിപ്പ് ചെയ്ത പ്രിയ മക്കളെ അങ്ങ് തിരികരങ്ങൾ തരുന്നു കർത്താവെ. ഈ ആരാധനയ്ക്ക് കാരണക്കാരായ കുടുംബത്തെയും അവരുടെ വ്യക്തിപരമായ ബന്ധങ്ങളെ എല്ലാവരും അങ്ങ് തിരികരങ്ങൾ തരുന്നു. ഈ ഗ്രൗണ്ട് ഞങ്ങൾക്ക് വേണ്ടി വിട്ടു തന്ന അപ്പോൾ ഇതിനു വേണ്ടി ഒരുക്കങ്ങൾ ചെയ്ത എല്ലാ വ്യക്തികളും കർത്താവിൻ്റെ കരത്തിൽ തരുന്നു. അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടണം, വലിയ കരം ചലിക്കണം. ഇവരുടെ മടക്കയാത്രയിലും കൂടെ ഉണ്ടായിരിക്കണം. അങ്ങ് ഇന്ന് തൊട്ട വ്യക്തികൾക്കായി നന്ദി. അങ്ങയുടെ വെളിപ്പാടിലേക്ക് കയറിയ വ്യക്തികൾക്കായി നന്ദി. സ്വർഗത്തിലും ഭൂമിയിലും സർവ്വാധികാരമുള്ള ക്രിസ്തു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസം ഇന്ന് നമ്മൾ കേട്ടത്, നമ്മൾ പഠിച്ചത്, നമ്മൾ പ്രാവശ്യമായ എല്ലാ ദൈവിക തിരുവചനങ്ങളോടും കർത്താവിൻ്റെ വീണ്ടും വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം തന്ന കർത്താവിനെ സ്തുതിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വേഗം വരണമേ.